واقض حوائجنا واشف أمراضنا وأد ديوننا يا ذا الجلال والإكرام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ارزقنا بكل حرف من القرآن حلاوة وبكل جزء من القرآن جزاء. اللهم اجعل الرأفة والرحمة والتقوى في قلوبنا يا ذا الجلال والإكرام. اللهم اجعل السلامة في ديننا يا حي يا قيوم. اللهم اجعل العدل في ملوكنا وحكامنا يا ذا الجلال والإكرام. اللهم اجعل العدل في ملوكنا وحكامنا يا ذا الجلال والإكرام. اللهم اجعل الأمن في ديارنا يا حي يا قيوم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما. قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. صدق الله العلي العظيم. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഖൈറു ഉമ്മയിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ഉമ്മത്തിലെ അതിശ്രേഷ്ഠർ
വിശുദ്ധ ഖുർആൻ വാഹകരാണ് എന്ന് പ്രവാചകർ പറഞ്ഞ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതിനുവേണ്ടി സാമ്പത്തികമായും മറ്റും സഹായിക്കുന്നവർ അള്ളാഹു താല അവരുടെയൊക്കെ സമ്പത്തിൽ വർധനവ് നൽകുമാറാവട്ടെ, ബർക്കത്ത് നൽകുമാറാവട്ടെ. ശാരീരികമായി ഇതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങൾക്കും പരിപൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവർക്കും ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സൂറത്തുൽ ജുമുഅയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. അതിന്റെ അവസാന ഭാഗത്തെ ആയത്തുകളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതിവച്ച ആയത്തുകൾ മുഴുവനും നമുക്ക് വിശദീകരിക്കാൻ സമയം ലഭിക്കില്ല. ഇന്ന് ഓതിവച്ച 3 ആയത്തുകളിൽ ആദ്യത്തെ ആയത്ത് ഇന്ന് നമുക്ക് വിശദീകരിക്കാം. കാരണം അത്രക്കും വലിയ വിശാലമായ വിശദീകരണങ്ങളുള്ള, നാം ഏറെ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ആഴ്ചയിൽ ഒരു ദിവസം നമ്മിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ മാഹാത്മ്യത്തിലേക്ക് വരൽ ചൂണ്ടുന്ന സുപ്രധാനമായ ഭാഗമായതുകൊണ്ട് നമ്മൾ വളരെ പഠിക്കേണ്ട, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് പറയാം. ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ച. ഇൻഷാ അല്ലാഹ് ഈ വിഷയം കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ വാരത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് കടന്നു വരുന്ന ഈ വിശിഷ്ട ദിവസം തീർച്ചയായും അത് നമുക്ക് ഉപകാരപ്പെടും, ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ജുമുഅ സൂറത്തിലെ 9-ാമത്തെ വചനത്തിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, അതായത് ബാങ്ക് വിളിക്കപ്പെട്ടാൽ, കച്ചവടവും മറ്റുമൊക്കെ ഒഴിവാക്കി അതൊക്കെ വിട്ട് അതിവേഗം അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വരണം എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ് 9-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അൂ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച നിസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, ഫസ്അൂ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലുള്ള ദിക്റിലേക്ക് വേഗത്തിൽ വരിക. വദറുൽ ബൈഅ, കച്ചവടത്തെ വിട്ടേക്കുകയും ചെയ്യുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഉത്തമമായത് അതാണ്, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സത്യവിശ്വാസികളെ അല്ലാഹു വിളിച്ചു. സത്യവിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ വേഗത്തിൽ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വരിക. അപ്പൊ ഒരു പ്രത്യേക വിളി അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. കാരണം വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിലും നിസ്കാരത്തിന് കൃത്യമായി വിളിക്കപ്പെടുന്നുണ്ട്, 5 നേരം ബാങ്ക് കൊടുക്കുന്നുണ്ട്.
എന്നാൽ വെള്ളിയാഴ്ച അതിന്റെ പുറമെ ഒരു വിളി വേറെ ഉണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. വെള്ളിയാഴ്ച ദിവസം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നും അതിൽ നമുക്ക് മനസ്സിലാക്കാം. ആ വിളി, ആ ബാങ്ക് കേട്ടാൽ പിന്നെ ഉപജീവനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കച്ചവടം. വീണ്ടും കച്ചവടവുമായി ഇടപെടാൻ പാടില്ല. അതിവേഗം അല്ലാഹുവിലുള്ള ദിക്റിലേക്ക് വരണമെന്ന്. ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുതുബയാണ്. അതാണ് ഖുതുബ ഒരു ഇബാദത്താണ് എന്ന് പറയാൻ കാരണം. അതാണ് ഇബാദത്തിന് അതിൻ്റെതായ തനിമ നിലനിർത്തണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ഉമ്മത്തിനും അല്ലാഹു തആല ഓരോ ദിവസങ്ങളെ പ്രധാനമായിട്ട് പ്രത്യേകം ഇബാദത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എല്ലാ ഉമ്മത്തിനും നൽകിയിട്ടുണ്ട്. എന്നാൽ അവസാനത്തെ ഉമ്മത്തിന് അല്ലാഹു നൽകിയത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ഈ വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹിന്റെ തിരുദൂതർ പഠിപ്പിച്ചത് അത് ഒരാഴ്ചയിലെ നേതാവാണെന്നാണ്, സയ്യിദാണ്. അപ്പൊ അറഫ ദിവസത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ, സത്യവിശ്വാസികൾ ഒരൊറ്റ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വേൾഡ് സമ്മേളനമാണല്ലോ ഹജ്ജ് വേളയിൽ പരിശുദ്ധ അറഫയിൽ ഒരുമിച്ച് കൂടും. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. അൽ ഹജ്ജു അറഫാണ്. ഈ അറഫ ദിവസത്തെ സംബന്ധിച്ച് സയ്യിദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വൈരുദ്ധ്യം വന്നോ? ഇല്ല. അത് വർഷത്തിൽ മൊത്തം ദിവസങ്ങളുടെ നേതാവാണ് അറഫ. ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ നേതാവാണ് വെള്ളിയാഴ്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം ഈ വെള്ളിയാഴ്ച ദിവസത്തിന് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നതുപോലെ ഈ ഉമ്മത്തിനും അല്ലാഹു നൽകി. അതാണ് വെള്ളിയാഴ്ച. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരിക്കൽ ബൈത്തുൽ മുഖദ്ദസിന്റെ അരികെ, ഒരു പർവ്വതത്തിന്റെ അരികെ ചെന്നു. ബൈത്തുൽ മുഖദ്ദസിന്റെ ഫലസ്തീനിൽ ഒരു പർവ്വതത്തിന്റെ അരികെ ചെന്നപ്പോ ഏതാനും ആളുകൾ അല്ലാഹുവിനെ ആരാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുമായി സംസാരിച്ചപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾ 70ഓളം കൊല്ലമായി ഈ മലയുടെ ഭാഗത്ത് നിന്ന് ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന് ഈ സംഘം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അപ്പൊ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം 70 കൊല്ലം നിരന്തരം അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ഈ വിഭാഗം. അപ്പൊ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ നന്ദി പറഞ്ഞു. ഇങ്ങനെ ടീമിന്റെ ഉമ്മത്തിലുണ്ടല്ലോ, അൽഹംദുലില്ലാ. ആ സമയത്ത് അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അത്രയാ മൂസ ഈ ഉമ്മത്തി മുഹമ്മദിൻ യൗമുൻ ഫീഹി റകഅതാനി ഖൈറും മിൻ ഹാദാ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, അത്രേ, ഓ മൂസ നബി, മുഹമ്മദ് നബിയുടെ, അതായത് അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഒരു ദിവസം, ആ ഒരു ദിവസത്തിൽ അവർ നിസ്കരിക്കുന്ന 2 റക്അത്തിന് ഇതിനേക്കാൾ മഹത്വമുണ്ട് മൂസ. അതായത് 70 കൊല്ലം അള്ളാഹുവിനിക്ക് നിരന്തരം ഇടതടവില്ലാതെ ആരാധിച്ച കൂട്ടരാണ് 70 കൊല്ലം. എന്നാൽ മൂസാ നബിയുടെ അനുയായികളിൽപ്പെട്ട ആ സംഘം 70 കൊല്ലം നീണ്ട കാലം നിരന്തരം ഇടതടവില്ലാതെ ആരാധിച്ചുവെങ്കിൽ അതിനേക്കാൾ കൂലി അവസാനത്തെ ഉമ്മത്തിന്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്, അവർക്ക് ഒരു ദിവസത്തെ 2 റക്അത്തിനുണ്ട്. അതാണ് വെള്ളിയാഴ്ച. അപ്പൊ മൂസാ നബിക്ക് വിഷമാവൂലേ? ഇല്ല. അല്ലാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, അത്രയാ മൂസ യൗമുസ് സബ്തി ലക്, ശനിയാഴ്ച അങ്ങേക്കുള്ളതാകുന്നു.
മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് വളരെ പ്രധാനപ്പെട്ട ആ ദിവസം 2 റക്അത്തിന് 70 കൊല്ലം ആരാധിച്ചതിനേക്കാൾ വലിയ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്, യാ മൂസ യൗമുസ് സബ്തി ലക്, ശനിയാഴ്ച അങ്ങേക്കുള്ളതാണ്. അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച പോലെ ആ ഉമ്മത്തിന് അല്ലാഹു തആല കൊടുത്തത് ശനിയാഴ്ച ദിവസമാണ്. വയൗമുൽ അഹദിൽ ഈസ, ഞായറാഴ്ച ദിവസം അത് ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കുള്ളതാണ്. ഈസാ നബിയുടെ ഉമ്മത്തിൽ അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട ആഴ്ചയുടെ ഒരു ദിവസമായി അനുവദിച്ചത് ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണല്ലോ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് മൂസാ നബിയുടെ അനുയായികൾക്ക് ശനിയാഴ്ചയും ഇവർക്ക് ഞായറാഴ്ചയുമായപ്പോ ആ വിഷയത്തില് മൂസാ നബിയുടെ അനുയായികൾ യഹൂദികൾ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ വിഷയത്തിൽ വല്ലാതെ പ്രയാസപ്പെടുത്തി. ജാരസന്താനമാണെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ആ ദിവസം ഇയാള് മാറ്റിയതാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ വധിക്കാൻ വരെ അവർ പദ്ധതിയിട്ടു എന്ന്. പക്ഷെ നടന്നില്ല. അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി. ഏതായിരുന്നാലും നോക്കൂ, ഞായറാഴ്ച ദിവസം മഹാനായ ഈസ നബിക്ക് അല്ലാഹു തആല മൂസ നബി അറിയിച്ചു, വൽ ഇസ്നൈനി ലിൽ ഖലീലി ഇബ്രാഹിം, തിങ്കളാഴ്ച ദിവസം അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തിങ്കളാഴ്ച ദിവസം ഒരു പ്രധാന ദിവസമായിട്ട് ലഭിച്ചത് അത് ഇബ്രാഹിം നബിക്കാണ്. അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചത് അത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസം അത് ഒരു പ്രധാനപ്പെട്ട ദിനമായി സക്കരിയ നബിക്ക് അല്ലാഹു അനുവദിച്ചു. അതുപോലെ യഹ്യ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ബുധനാഴ്ച ദിവസം അനുവദിച്ചു. ബുധനാഴ്ച അത് മഹാനായ യഹ്യ നബിക്കായി. വ്യാഴാഴ്ച ദിവസം സയ്യിദുനാ ആദം അലൈഹിസ്സലാം, വ്യാഴാഴ്ച ഇത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല പ്രത്യേകം നൽകി. അവസാനം അല്ലാഹു തആല മൂസ നബിയോട് പറഞ്ഞു, അത്രേ വൽ ജുമുഅത്തു ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വെള്ളിയാഴ്ച ദിവസം അത് മുഹമ്മദ് നബിക്കുള്ളതാകുന്നു. അപ്പൊ ഈ ഉമ്മത്തിന് അല്ലാഹു തആല പ്രധാനപ്പെട്ട ഒരു ദിവസമായി, കാരണം എല്ലാ ദിവസവും ഒരുപോലെ ആരാധിക്കാനും ഇടപെടാനും ആളുകൾക്ക് കഴിയില്ല. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയുള്ള. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലാഹു നമുക്ക് നൽകി. അത് നമ്മൾ ശരിക്കൊന്ന് പരിഗണിക്കണമെന്നാണ്. ഒരു ഹദീസിൽ കാണാം, സഹോദര, ബൈത്തുൽ മഅമൂറിന്റെ അരികെ മനോഹരമായ ഒരു വെള്ളി മിനാരമുണ്ട് എന്ന് ഹദീസിൽ കാണാം. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഭൂമിയിൽ കാണുന്നതല്ല. പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ മുകളിൽ ആകാശത്തുള്ള ഒരു കഅബാലയമാണ് യഥാർത്ഥത്തിൽ ബൈത്തുൽ മഅമൂർ. മിഅ്റാജിന്റെ യാത്രയിൽ അല്ലാഹുവിന്റെ തിരുദൂതർ അത് നേരിട്ട് കണ്ടതാണ്. ആ ബൈത്തുൽ മഅമൂറിന്റെ അരികെ ഒരു വെള്ളി മിനാരമുണ്ടത്രേ. ആ മിനാരത്തിന്റെ ഉയരം 500 വർഷത്തെ വഴിദൂരമുണ്ട് എന്നാണ് ഹദീസ്. 500 വർഷത്തെ വഴിദൂരം. അങ്ങനെയുള്ള ഒരു വെള്ളി മിനാരം വെള്ളിയാഴ്ച ദിവസം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വെള്ളി മിനാരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുമെന്ന് ഹദീസിൽ കാണാം. വെള്ളിയാഴ്ച ദിവസം റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്താണ് മലക്കുകളുടെ വാസസ്ഥലം. സഞ്ചാര മേഖല അതാകുന്നു. മലക്കുകളുടെ നേതാവാണ്. അമ്പിയാക്കൾക്ക് വഹി എത്തിക്കാൻ നിയോഗിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മലക്ക് റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മഅമൂറിന്റെ അരികിലുള്ള ഈ വെള്ളി മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കും. ഹദീസിൽ കാണാം, ആ സമയത്ത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളിയാഴ്ചയിലെ ഖുതുബ നിർവഹിക്കും. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ ശേഷമുള്ള നിസ്കാരത്തിന് മലക്കുകൾക്ക് ഇമാമ നിൽക്കും. അനേകായിരം കോടി മലക്കുകളതാ സഹോദര പിന്നിൽ മൗമൂമീങ്ങളായിട്ട് തുടരുന്നു. ഇങ്ങനെ ഒരു സംഭവം എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, അത്രേ നാഥ, ആ മിനാരത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിച്ച എനിക്കുള്ള പ്രതിഫലം എത്രയാണ്? ആ പ്രതിഫലത്തെ ഞാൻ ദാനമായി നൽകുന്നു ഇന്ന് ബാങ്ക് വിളിക്കുന്ന മുഴുവൻ ആളുകൾക്കും. വെള്ളിയാഴ്ചയിൽ ബാങ്ക് വിളിച്ച മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തെ അദ്ദേഹം ഹിബത്തായി ദാനമായിട്ട് നൽകണം. ആ സമയത്ത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, അത്രേ നാഥ, ഇന്ന് ഞാൻ ഖുതുബ നിർവഹിച്ചതിന് എത്രമാത്രം പ്രതിഫലം?
ഞാനത് ഇന്ന് ഖുത്ബ നിർവഹിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മുഴുവൻ ഖതീബുമാർക്കും ദാനമായി നൽകുന്നു. അത് അദ്ദേഹം പറയുമ്പോൾ ആ സമയത്ത് മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമത്രേ, അല്ലാഹുവേ, ഞാൻ ഇന്ന് മലക്കുകൾക്ക് ഇമാമ് നിന്ന് നിസ്കരിച്ചതിന്റെ എനിക്ക് എത്ര പ്രതിഫലം ലഭിക്കുന്നുവോ ആ പ്രതിഫലം ഇന്ന് ഭൂമിയിൽ ഈ വെള്ളിയാഴ്ച ദിവസം ഇമാം എന്ന മുഴുവൻ ആളുകൾക്കും ഞാനിതാ ഔദാര്യമായി നൽകുന്നു. എന്താ കൂലി അവർക്ക് ഞാൻ നൽകണം? പതിച്ചു നൽകാം. ഈ സമയത്ത് സഹോദര, മുഴുവൻ മലക്കുകളും പറയുമത്രേ, അല്ലാഹുവേ, ഞങ്ങൾ ഈ നിസ്കാരത്തിൽ പങ്കെടുത്തതിന് എത്ര പ്രതിഫലം? ഇന്ന് ഭൂമിയിൽ ജുമുഅ നിസ്കാരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങളുടെ ഈ പ്രതിഫലം ഇതാ ദാനമായി നൽകുന്നു. ഇത് ഹദീസിൽ കാണാൻ സാധിക്കും. ആ സമയത്ത് അല്ലാഹു പറയുമത്രേ, വഇസ്സതി വജലാലി ഖദ് ഗഫർതുൽ യൗമ ലിമൻ സ്വല്ലാ മിൻ ഇബാദി സ്വലാത്തൽ ജുമുഅ ഇംതിസാലൻ ലിഅംരി വഖ്തിദാഅൻ ബിഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കൽപ്പനയെ അംഗീകരിച്ചുകൊണ്ട് എന്റെ ഹബീബായ മുഹമ്മദ് നബിയെ പിൻപറ്റിക്കൊണ്ട് ഇന്ന് ജുമുഅ നിസ്കാരം നിർവഹിച്ച മുഴുവൻ എന്റെ അടിമകൾക്കും അവരുടെ ദോഷങ്ങൾ ഞാൻ ഇന്ന് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു ആ സമയത്ത് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെയാണ് ഈ വരാൻ പോകുന്ന ദിവസം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. മലക്കുകളുടെ ആ നിസ്കാരം ആലോചിച്ച് നോക്കൂ. ആരാ ബാങ്ക്? ചില്ലറ സംഗതിയല്ല. ആരാ ബാങ്ക് കൊടുക്കുന്നത്? മലക്കുകളുടെ കൂട്ടത്തിലെ നേതാവായ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതേപോലെ തന്നെ അവിടെ ഇസ്രാഫീൽ എന്ന മലക്ക് ഖുത്ബ ഓതുകയും മീകായിൽ എന്ന മലക്ക് അവിടെ ഇമാം നിൽക്കുകയും ചെയ്യും. ആകാശലോകത്ത് എത്ര മലക്കുകളെ അല്ലാഹു പഠിച്ച് നമുക്കാർക്കും കണക്കാക്കാൻ കഴിയില്ല. ആർക്കും കണക്കാക്കാൻ കഴിയില്ല. ബൈത്തുൽ മഅമൂറിലേക്ക് തന്നെ ഒരു ദിവസം 10,000 മലക്കുകൾ കയറുന്നുണ്ട്. കയറുന്ന മലക്കുകളൊന്നും പുറത്തു പോരുന്നില്ല. ഓരോ ദിവസം കയറുന്നുണ്ട്. മിഅ്റാജിന്റെ യാത്രയിൽ ആ ബൈത്തുൽ മഅമൂറിന്റെ ചുമരിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചാരി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തുനബി അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ആ ബൈത്തുൽ മഅമൂറിന്റെ നേരെ താഴെയാണ് പരിശുദ്ധ കഅബ ശരീഫ് നിലകൊള്ളുന്നത്. ഓരോ ആകാശത്തും ഓരോ കഅബകളുണ്ട്. ഒരു പ്രത്യേക വഴിയാണ്. ഏതുപോലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് മുകളിലേക്ക് ഒരു വഴിയുണ്ട് മലക്കുകൾക്ക് പ്രത്യേകം വരാൻ. അതുകൊണ്ടാണ് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മിഅ്റാജിന്റെ യാത്ര മസ്ജിദുൽ അഖ്സയിലേക്ക് ആദ്യം ഇസ്രാ നടത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയി. എന്തൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ നോക്കൂ, ഓരോ ഉമ്മത്തിനും അല്ലാഹു ഓരോ ദിവസം നൽകിയെങ്കിലും ഈ ഉമ്മത്തിന് നൽകിയ വെള്ളിയാഴ്ചയാണ് മലക്കുകളുടെ ഈ ജുമുഅയും നടക്കുന്നത്. എന്നിട്ട് അവരുടെ പ്രാർത്ഥനയാണ്. നമ്മളറിയാതെ ഇപ്പോ എല്ലാവരും ഖതീബായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും ബാങ്ക് കൊടുക്കുന്നവർ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവരും ഇമാമ് നിൽക്കണമെന്നായിക്കൊള്ളണമെന്നില്ല. എന്നാൽ സഹോദര, നമ്മളൊക്കെ ജുമുഅയിൽ പങ്കെടുക്കുന്നവരല്ലേ ഏറ്റവും ചുരുങ്ങിയത്? കോടിക്കണക്കിന് മലക്കുകളുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. ഇത് ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ദിവസത്തിന്റെ പ്രത്യേകത, അള്ളാഹു നൽകുന്ന പ്രത്യേകതയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, റസൂൽ പറയാണ്, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാകുന്നു. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. സൂര്യൻ ഉദിക്കാത്ത ദിവസമല്ലല്ലോ, എന്താ പിന്നെ അങ്ങനെ പ്രയോഗിച്ചത്? സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നുണ്ട് അള്ളാന്റെ അനുമതി പ്രകാരം. ഈ ഖിയാമത്ത് നാളിന്റെ ആ ഘട്ടത്തിലാണ് അല്ലാഹു തആല സൂര്യന് ഉദിക്കാൻ അനുമതി നൽകില്ല. 3 ദിവസം അല്ലാഹു തആല സൂര്യന് ഉദിക്കാൻ അനുമതി നൽകില്ല. ഈ സന്ദർഭത്തിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടെന്ന് ബോധ്യം വരും. മദ്യപാനം അധികരിക്കുന്ന ആ ഘട്ടത്തിൽ കള്ള് കുടിച്ച് കിടക്കുന്ന ആളുകൾക്ക് രാത്രിയുടെ നീളം അറിയില്ല. സൂര്യൻ ഉദിക്കാത്തതുകൊണ്ട് നീണ്ട രാത്രിയാണ് 3 ദിവസം. തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അവർ ഇത്ര ഉറങ്ങിയാൽ പിന്നെ ഇത്ര നിസ്കാരം, അത് കഴിഞ്ഞാൽ അപ്പോഴേക്ക് സുബഹിയാവുന്നവർക്കറിയാം. അവർ ആ സമയം ഉറങ്ങി പിന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി വരുന്നില്ല. അപ്പോഴാണ് രാത്രിയുടെ നീളം അറിയുന്നത്.
ആ കാലഘട്ടത്തിലും രാത്രി നിസ്കാരം നിർവഹിക്കുന്നവരുണ്ടാകും നല്ല മനുഷ്യർ. കാരണം എത്ര പുരോഗതി പ്രാപിച്ചാൽ. അങ്ങനെ 3 ദിവസം കഴിയുമ്പോൾ അള്ളാഹു സൂര്യൻ അനുമതി നൽകും എല്ലാ ദിവസവും അസ്തമിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉദിക്കാൻ. ആണ് സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിക്കാന്ന് പറയുന്നത്. അള്ളാഹു അലം അതിന്റെ പരിപൂർണ്ണ രീതി അവനെ അറിയും. അതല്ലാതെ എല്ലാ ദിവസവും ഇത് അള്ളാഹു താല ആ ക്രമത്തിൽ അങ്ങനെ ഉദിപ്പിക്കും. അതൊരു വലിയ അത്ഭുതമാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാകുന്നു. എന്നിട്ട് കാരണം പറയുന്നത് ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടക്കപ്പെട്ടത് അന്നാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. നോക്കൂ, ആദം നബി പടക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും വെള്ളിയാഴ്ച. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും വെള്ളിയാഴ്ച. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരുമെന്ത്, ആദം നബി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച, മനസ്സിലായി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ കടന്നത് വെള്ളിയാഴ്ച, ഓ അതും മനസ്സിലായി. സ്വർഗത്തുനിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നല്ലൊരു സംഗതി അല്ലല്ലോ, അതും വെള്ളിയാഴ്ച. പക്ഷെ അത് നല്ല കാര്യമല്ലോ സഹോദര. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് കൊണ്ടാണ് ഭൂമിയിൽ പ്രവാചകന്മാര് വന്നത്. ഈ ലോകം പടക്കാൻ കാരണഭൂതരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും വന്നത് അങ്ങനല്ലേ. അമ്പിയാക്കള്, സിദ്ദീഖുകള്, ശുഹദാക്കള്, സ്വാലിഹീങ്ങള്, അവർ ഈ ഭൂമിയിൽ വരണമെങ്കിൽ സ്വർഗത്തുനിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിക്ക് ഇറങ്ങിയ മതിയാകും. മാത്രല്ല ഇന്നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അങ്ങനെയാണ് അല്ലാഹു തആല മലക്കുകളോട് കൂടിയാലോചന നടത്തിയത്. ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ ഒരു പ്രതിനിധിയെ അയക്കുന്നുണ്ട്. അതാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അപ്പൊ അദ്ദേഹം സ്വർഗത്തിൽ നിന്നിരുന്ന അള്ളാഹു പറഞ്ഞ സംഗതി നടക്കും. ഭൂമിക്കാണ് മൂപ്പൻ, അവ സ്വർഗത്ത് നിറക്കുന്ന വേണം. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടോ? ആ കാരണമാണ് തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നത്. അതൊക്കെ അള്ളാഹു ഒപ്പിച്ചതാണ് വിചാരിച്ചാൽ. എന്തായിരുന്നാലും സഹോദര, ഇവിടെ നോക്കണം, വെള്ളിയാഴ്ചയുടെ മഹത്വം അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ കടന്നതും വെള്ളിയാഴ്ചയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും വെള്ളിയാഴ്ചയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ വെള്ളിയാഴ്ചയുടെ മഹത്വമായിട്ട് അള്ളാന്റെ തിരുദൂതർ എണ്ണി പറയും. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാന്റെ തിരുദൂതർ പറയുന്നത്, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാകുന്നു. അള്ളാന്റെ തിരുദൂതർ പറയുന്നു, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ അതിവിശിഷ്ടമായ ദിവസം, അതിശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാകുന്നു. അതുകൊണ്ട് ഫഅക്സിറൂ അലയ്യ മിനസ്സലാത്തി ഫീ, ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എന്റെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിക്കണം. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മേലിൽ ഒഴിവാക്കപ്പെടുന്നതാണ്, ഹാജരാക്കപ്പെടുന്നതാണ്. നിങ്ങൾക്കുള്ള ദിവസങ്ങളിൽ അതിവിശിഷ്ടമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാന്റെ തിരുദൂതർ പറയാം. അതുകൊണ്ട് വെള്ളിയാഴ്ച എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിച്ചോളൂ. ഒരു ഹദീസിൽ കാണാം, മൻ സല്ലാ അലയ്യ യൗമൽ ജുമുഅത്തി മിഅത മറ, എന്റെ മേലിൽ ഒരാൾ വെള്ളിയാഴ്ച 100 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാന്റെ തിരുദൂതർ പറയുന്നത് 80 കൊല്ലത്തെ പാപങ്ങൾ അവനിക്ക് പൊറുക്കപ്പെടുന്നതാണ്. അള്ളാന്റെ റസൂൽ പറയാണ് 80 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടും. 80 വർഷത്തെ ദോഷങ്ങൾ അവനിക്ക് പൊറുക്കപ്പെടും. ചെയ്യേണ്ട എന്താ? വെള്ളിയാഴ്ച 100 സ്വലാത്ത്, എത്രയും ചൊല്ലാം. പക്ഷേ ഒരു 100 സ്വലാത്ത് നമ്മൾ വെള്ളിയാഴ്ച പ്രത്യേകം ചൊല്ലിയാൽ 80 കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുഷ്കാലം മുഴുവനും
80 കൊല്ലം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ നല്ലൊരു വഴിയാണ് വെള്ളിയാഴ്ച 100 സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച നാളെയാണ്. അതാണ് സഹോദര നമ്മുടെ പൂർവീകർ പള്ളിയിൽ വന്നാൽ സൂറത്തുൽ കഹ്ഫും സ്വലാത്തും ഒക്കെ ഇങ്ങനെ ചൊല്ലിയിരിക്കുന്നത്. എത്ര സ്വലാത്ത് ചൊല്ലാം, ഈ എണ്ണം പിടിച്ചും പിടിക്കാരൊക്കെ ചെയ്യാം. ഒരു 100 സ്വലാത്ത് പ്രത്യേകം നമ്മൾ വെള്ളിയാഴ്ച ഈ ഉദ്ദേശത്തോടുകൂടെ ചെയ്യാം. ലഭിക്കാൻ പോകുന്നത് സഹോദര 80 കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. മറ്റൊരു ഹദീസിൽ പറയുന്നത് സിറാത്ത് പാലം കടക്കുമ്പോൾ അള്ളാഹു അവർക്ക് പ്രത്യേക പ്രകാശം നൽകുമെന്ന്. സിറാത്ത് പാലം കടക്കുമ്പോൾ പ്രത്യേക പ്രകാശം നൽകും. അല്ലെങ്കിലും സ്വലാത്തിനെ അധികരിപ്പിക്കൽ ആ പ്രകാശം കിട്ടാൻ കാരണം ഒരായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, മഹ്ശറയിൽ മുത്തഖീങ്ങൾ സിറാത്ത് പാലം കടക്കുമ്പോൾ അവരെ മുന്നിലും അവരുടെ വലതുഭാഗത്തും പ്രത്യേക പ്രകാശമുണ്ടാകും. ആ പ്രകാശം ലഭിക്കാൻ അള്ളാന്റെ തിരുവൻ മുന്നോട്ട് വെക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വലാത്ത്, നബിയുടെ മേലിലുള്ള സ്വലാത്ത്. രണ്ടാമത്തേത് വുളൂഇനെ പൂർണ്ണമാക്കുക. വുളൂ എടുക്കുന്ന സമയത്ത് പൂർണ്ണമായ രൂപത്തിൽ വുളൂ എടുക്കുക, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് മാതാപിതാക്കളോട് നല്ല മയത്തിൽ സംസാരിക്കുക, വിനയത്തോടെ സംസാരിക്കുക. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ചാടിക്കളിച്ച് സംസാരിക്കരുത്, പരുഷമായി സംസാരിക്കരുത്, കയർത്ത് സംസാരിക്കരുത്. അവരോട് സംസാരിക്കുമ്പോൾ വളരെ മയത്തിൽ സംസാരിക്കണം. അത് പരലോകത്ത് പ്രകാശം കിട്ടാൻ കാരണം. എന്തായിരുന്നാലും നോക്കൂ, വെള്ളിയാഴ്ചയിൽ നമ്മളൊരു 100 സ്വലാത്തെങ്കിലും ചൊല്ലിയാൽ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ്. റസൂൽ തന്നെ പറയുന്നത്, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമൽ ജുമുഅ, നിങ്ങൾക്കുള്ള ദിവസങ്ങളിൽ അതിവിശിഷ്ടമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഫഅക്സിറൂ അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, ആ വെള്ളിയാഴ്ച ദിവസം എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണേ. അങ്ങനെയാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. അതാണ് വെള്ളിയാഴ്ചയും സ്വലാത്തും തമ്മിലുള്ള ബന്ധം. നിങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അന്ന് നിങ്ങൾ നല്ലോണം ചൊല്ലിക്കോളൂ. കാരണം ഫഇന്ന സ്വലാത്തകും മഅറൂളത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എന്റെ മേലിൽ ഹാജരാക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോ കൂട്ടിലങ്ങാടിയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് എവിടെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ തൽസമയം ആ സ്വലാത്തിനെ പ്രവാചകരുടെ റൗള ഷരീഫിൽ, ഹുജ്റത്തു ഷരീഫയിൽ എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തആല മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഇവിടുന്ന് ചൊല്ലിയ സ്വലാത്ത് അത് അങ്ങോട്ടെത്തും, അത് കൃത്യമായിട്ട് അങ്ങോട്ടെത്തും. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്വലാത്തൊക്കെ പ്രവാചകരിലേക്ക് നേരിട്ടെത്തിക്കാൻ മലക്കാകും. ചില ആളുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പിരിവ് എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ അല്ലെങ്കിൽ സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ചില തരീഖകൾ ഒപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു മഹല്ലിൽ നടന്നത് ചിലര് നമ്മളെ ബോധ്യപ്പെടുത്തി. എല്ലാ വീട്ടിലും ആദ്യം ഒരു ലഘുലേഖ കൊടുക്കണം, എന്നിട്ട് ഇത്ര സ്വലാത്ത് ചൊല്ലണം എന്ന് അവരെ ഏൽപ്പിക്കണം. പിന്നെ പറയാണ് ഇത്ര ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടി വരും ഈ സ്വലാത്ത് വാങ്ങാൻ. അന്ന് ചെറിയൊരു കളക്ഷന് കൊടുക്കും ചെയ്യാം. ഇവരെ നേതാക്കന്മാര് മദീനയിൽ പോകുന്നുണ്ട് അത്ര ഈ സ്വലാത്തൊക്കെ കൊണ്ടേ കൊടുക്കാൻ. അത് അടിന്റെ കമ്മിയാണ്. ഇതെന്താ ഉള്ളിച്ചാക്ക? ഇവരെ ഒന്നായിട്ട് ലോഡ് കണക്കിന് കൊണ്ടുപോകാം? അല്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആഭാസാക്കുക. എന്ത് വൃത്തികേടും ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി, പിരിവാണ്, സ്വലാത്തിനെ വിടുക. അതായത് ഈ സ്വലാത്ത് ഇവർ ചൊല്ലിയ ലക്ഷക്കണക്കിന് സ്വലാത്ത് വാങ്ങാൻ ഞങ്ങൾ അടുത്ത ആഴ്ച വരും, ചെറിയൊരു സംഖ്യ കൊടുക്കാൻ. ആ സംഖ്യയാണ് വലുത്. എന്നിട്ട് നേതാക്കന്മാര് മദീനയിലേക്ക് അത് കൊണ്ടുപോവാണ്. ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ പെടുന്നല്ലാതെ ബുദ്ധിയുള്ള ആൺകുട്ടികൾ പെടുമോ ഇത്തരം വലയിൽ? എന്തുകൊണ്ട് സഹോദര, നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു തആല മലക്കുകളെ ഏൽപ്പിച്ചു. വേറെ ആരും പോകേണ്ട ആവശ്യമില്ല. സഹോദര, ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അള്ളാന്റെ തിരുദൂതർ പറയുന്നത് ദിവസങ്ങളിൽ അതിവിശിഷ്ടമായ ദിവസം വെള്ളിയാഴ്ച. അതുകൊണ്ട് എന്റെ മേലിൽ സ്വലാത്തിനെ അധികരിപ്പിച്ചോളൂ. നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അത് എന്റെ മേലിൽ വെടിവാക്കപ്പെടും, അത് ഹാജരാക്കപ്പെടും, അത് കൃത്യമായിട്ട് അവിടെ എത്തുമെന്നാണ്. അതുകൊണ്ട് സ്വലാത്തിനെ നമ്മൾ വല്ലാതെ അധികരിപ്പിക്കണം, വെള്ളിയാഴ്ച പ്രത്യേകിച്ച്. അള്ളാന്റെ തിരുദൂതർ പറയുന്നു, നോക്കൂ, സ്വഹീഹായ മറ്റൊരു ഹദീസിൽ പറയുന്നത്, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ, നിർബന്ധ കുളി കുളിക്കുന്നത് പോലെ ഒരാൾ വെള്ളിയാഴ്ച കുളിച്ചു. വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണ്. പക്ഷെ ആ കുളി എങ്ങനെ ആകണം?
നിർബന്ധ കുളി കുളിക്കുന്നത് പോലെയാണ്. ജനാബത്ത് കുളി നിർബന്ധ കുളി കുളിക്കുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തൽ നിർബന്ധമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തണം. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നീയത്ത്, രണ്ട് ശരീരത്തിലാകെ വെള്ളമെത്തിക്കുക. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെട്ടാൽ കുളി നിർബന്ധമാകും. ആ കുളി ശരിയാകണമെങ്കിൽ എന്ത് വേണം? നീയത്ത് വെച്ചിട്ട് ശരീരത്തിലാകെ വെള്ളം വരണം. വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നീയത്ത് വെച്ചിട്ടാണ് അപ്പൊ കുളിക്കേണ്ടത്. എന്നിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തണം. എത്രയോ ആളുകൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടും, ഒരു കുളിക്കുന്നുണ്ടാവും, നീയത്ത് വെച്ചിട്ടുണ്ടാവില്ല. ഓരോ നിസ്കാരം ഹറാം. എത്ര വലിയ ശിക്ഷയാണതിന്. ഇവരില്ലാത്ത ആളുകൾ എത്തുന്ന എത്ര അബദ്ധം വരുന്നു. ആർത്തവകാരികളായ സ്ത്രീകൾ അവരും അതിൽ നിന്ന് വിരമിച്ചാൽ, ആർത്തവം നിരച്ചു കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് നീയത്ത് വെക്കണം. ആ നീയത്തും പിന്നെ ആകെ വെള്ളം എത്തിക്കുക, വേറൊന്നും പ്രശ്നമില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് നിർബന്ധം. അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ഇബാദത്തുകളൊന്നും സ്വീകരിക്കപ്പെടില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് മനിർത്തസല യൗമൽ ജുമാഅത്തി ഗുസ്ലൽ ജനാബ, നിർബന്ധ കുളി കുളിക്കുന്നത് പോലെ ഒരാൾ വെള്ളിയാഴ്ച കുളിച്ചു. അപ്പൊ വെള്ളിയാഴ്ചയിലെ സുന്നത്ത് കുളി കുളിക്കുമ്പോൾ നമ്മൾ നീയത്ത് വെക്കണം, മറക്കരുത്. വെള്ളിയാഴ്ച കുളിക്കാത്തവരാരും ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്നവരും വെള്ളിയാഴ്ച കുളിക്കും. പിന്നെ അന്നും കുളിക്കാത്ത ചിലരുണ്ട്. നമ്മളൊക്കെ വെള്ളിയാഴ്ച ചുമഴ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇവനുണ്ടാവും ഒരു ബ്രഷുമേ ഒരല്പം പേസ്റ്റും തേച്ചിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ടാവും. വാപ്പ എഴുന്നേൽക്കും. അങ്ങനെ ചില ഒറ്റപ്പെട്ട ചില ആൾക്കാരുണ്ട്. പോത്തുകളെക്കാൾ മോശം എന്ന് പറയാം. കാരണം പോത്തുകളെ തിന്നാൻ പറ്റും, ഇവരതിന് പറ്റൂല. ഹർത്താലും യാതൊരു സംസ്കാരമില്ലാത്തവരുണ്ട്. വെള്ളിയാഴ്ച പോലും ചുമഴക്ക് പോകാത്തവർ. ആ പേരിൽ പിന്നെ കുളി വരുന്നില്ല. എന്നാൽ വെള്ളിയാഴ്ച കുളിക്കാത്തവരായിട്ട് വളരെ അപൂർവം. വെള്ളിയാഴ്ച നന്നായി കുളിക്കും. റസൂൽ പറഞ്ഞത്, നിങ്ങൾ വെള്ളിയാഴ്ച കുളിക്കുന്ന സമയത്ത് എണ്ണയിട്ട് അത്തറ് പൂശി വരണം. അത് ഹദീസിലുണ്ട്. വെള്ളിയാഴ്ച എണ്ണത്തൊക്കെ കുളിച്ച് അത്തറൊക്കെ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നേരത്തെ തന്നെ പുറപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായിരുന്നാലും അള്ളാന്റെ തിരുദൂതർ പറയുന്നത്, ഒരാൾ നിർബന്ധ കുളി കുളിക്കുന്നത് പോലെ വെള്ളിയാഴ്ച ദിവസം കുളിച്ചു. ശ്രദ്ധിച്ചോളൂ. അങ്ങനെ കുളി കഴിഞ്ഞു. എന്നിട്ട് അള്ളാന്റെ തിരുദൂതർ പറയാൻ, പിന്നീട് അവൻ നേരത്തെ തന്നെ പുറപ്പെട്ടു. അതായത് മറ്റു റിപ്പോർട്ടിൽ കാണുന്നത് ഫിസ്സാഅത്തിൽ ഊല, ഒന്നാമത്തെ മണിക്കൂറിൽ തന്നെ അവൻ പുറപ്പെട്ടു. എല്ലാം ശ്രദ്ധിച്ചോളൂ. ഈ ഹദീസ് റസൂല് പറയാണ്, വെള്ളിയാഴ്ച ഒരാൾ കുളിച്ചു. ചുമയുടെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു നീയത്ത് വെച്ച് ശരീരത്തിലാകെ വെള്ളം വരും. സോപ്പ് തേച്ചില്ല എന്നുള്ളതല്ല, നീയത്ത് വെക്കാതെ എത്ര വലിയ സോപ്പ് തേച്ചിട്ടും ആ സുന്നത്തിന് കിട്ടൂല. വെള്ളിയാഴ്ചയിലെ സുന്നത്ത് കുളി കുളിച്ചു. എന്നിട്ടോ ഒന്നാം സമയത്ത് തന്നെ അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്, ഫകഅന്നമാ ഖറബ ബദന, അവനൊരു ഒട്ടകത്തെ ദാനം ചെയ്ത കൂലി അള്ളാഹു അവനിക്ക് നൽകുന്നതാണ്. ഒരു ഒട്ടകം എന്ന് പറഞ്ഞാൽ എത്ര വില ഉണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കും. ഒരു ഒട്ടകത്തിന് വലിയ വിലയാണ്. ഒട്ടകത്തിന്റെ മാംസം നല്ല ടേസ്റ്റുള്ള മാംസം. ഒരുപാട് അനുഗ്രഹം അള്ളാഹു ചെയ്ത ഒരു ജീവിയാണ് ഒട്ടകം. ഒട്ടകത്തിന്റെ മാംസം യഥേഷ്ടം നമ്മുടെ രാജ്യത്ത് കിട്ടൂല. ഇപ്പോ ഗൾഫിൽ നിന്നൊക്കെ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് കല്യാണത്തിന് ഒട്ടകം കൊണ്ടുവന്നാൽ അത് പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാത്ത ഒരുപാട് വാഹനന്മാർ ആദ്യം തന്നെ വരും. പറഞ്ഞ ആളുകള് ഓല് കല്യാണപ്പരയിൽ വന്ന് വിളിച്ചിട്ട് പോകാൻ കരുതിയിരിക്കും. തൽക്കാലം ഓൽക്കൊന്നും തന്നാൽ കിട്ടൂല. പറയാത്തവര് നേരാണ് കയറും അങ്ങോട്ട്, കയ്യൊക്കെ എല്ലാം കഴുകിയിട്ട്. ചിലപ്പോൾ വീട്ടിൽ തന്നെ കഴുകി വരും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കോഴിയെ വിടാത്തവർ ഒട്ടകത്തിന് വിടും. ഒട്ടകത്തിന് വലിയ വിലയുള്ള ജീവിയാണ്. റിയാദിലെ ഒട്ടകോത്സവത്തിൽ അറബികൾ പ്രദർശിപ്പിച്ച ഒരു ഒട്ടകത്തിന് വില കണക്കാക്കിയത് 1.25 കോടിയാണ്. ഒരു ജീവിക്കാണത് 1.25 കോടി. ഒരു ജീവിയാവുമ്പോ എന്തായിരുന്നാലും മരിച്ചു പോകുമല്ലോ, അല്ലെങ്കിൽ ഹർത്താൽ കഴിഞ്ഞു. ഒരു ഒട്ടകത്തിനാണ് 1.25 കോടി വില. ഈ അടുത്താണ് വെറുതെ അല്ലാഹു ഒട്ടകത്തിലേക്ക് നോക്കാൻ വന്നത്. എന്നാ സഹോദര, ഒരാള് കോടികൾ ചെലവഴിച്ച്, ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു ഒട്ടകത്തെ വാങ്ങി അറുത്തിട്ട് വിതരണം ചെയ്ത എത്ര കൂലി? ഒരു ഒട്ടകത്തിനാണ് ദാനം ചെയ്തു. എത്ര കൂലി? ആ കൂലി ഓരോ വെള്ളിയാഴ്ച ഉണ്ടാക്കാം. ഒന്നാം സമയത്ത് ആദ്യം വരാന്നല്ല കേട്ടോ,
ചിലപ്പോ ആദ്യം വരുന്ന ആള് 12:15 വരിക. അയാൾക്ക് ഒട്ടകത്തിനടുത്തടുത്ത് കൂലി കിട്ടുന്ന കരുതരുത്. അതിന് ഏതാ കിട്ടുക നമ്മൾ പറയുന്നുണ്ട് ശേഷം. സഹോദര, ഒന്നാം സമയത്ത് വരണം. അള്ളാന്റെ തിരുദൂതർ പറയുന്നത് അവനൊരു ഒട്ടകത്തെ അറുത്ത് കൊടുത്ത ദാനം ചെയ്ത കൂലിയാണ് അവന്. എന്നിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് ആ ഒട്ടകം ആണാവട്ടെ പെണ്ണാവട്ടെ ഏതാണെങ്കിലും ബദനത്ത് എന്ന് പറയും. രണ്ടാമത്തെ സമയത്താണ് വരുന്നത് എങ്കിൽ അങ്ങനെ വരുന്ന ഒരാൾ അവനൊരു പശുവിനെ അറുത്ത് കൊടുത്ത കൂലിയാണ്. മാടുവർഗത്തിൽ നിന്ന് ഒന്നിനെ അറുത്ത് കൊടുത്ത കൂലി കിട്ടും രണ്ടാം സമയത്ത് വരുന്നത്. അതിന് നല്ല വിലയുള്ളൂ. 50,000 കൂട്ടിക്കോളും. ഓരോ വെള്ളിയാഴ്ചയും കൂലി ഉണ്ടാക്കും. നമ്മളെ കണക്കിന് ഒരു മുടിയാളിക്കലിന് ഒരു 75,000 പോത്തിനറുത്താല് അത് വലിയൊരു സംഗതിയായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ മനസ്സിൽ നാട്ടുകാരൊക്കെ അറിയട്ടെ എന്നുള്ള രൂപത്തിലാണെങ്കിൽ പോയും ചെയ്തു, വെറുതെ ആളുകൾ കുറെ ഇറച്ചിയും കൂലിയും വെച്ചു എന്നതല്ലാതെ ഒന്നുമില്ല. പാപ്പ മരിച്ചിട്ട് അടിയന്തരം കഴിക്കാണ്, അതിനും ചിലപ്പോൾ അറുക്കും. നല്ല കാര്യമാണ്, പാപ്പന്റെ കബർക്കെത്തും. പക്ഷെ ചിലരൊക്കെ പെരുമ നടിക്കാനാണ്. അല്ലെങ്കിൽ അങ്ങനെ അറുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്താ കരുതാന്ന് കരുതിയിട്ടാണ്. പാപ്പാന്റെ ബാധ്യത വീട്ടിയിട്ടുണ്ടാവില്ല, കടം കൊടുക്കാനുള്ളത്. വട്ടിക്ക് വാങ്ങിയിട്ടായിരിക്കും ഉള്ള ആ പോത്തിനിപ്പോ വാങ്ങിയിട്ടുള്ളത്. കാര്യമില്ല. എന്നാ സഹോദര, ഒരു സാധുവായ മനുഷ്യൻ നേരത്തെ തന്നെ ജുമഅക്ക് വന്നാലോ നമ്മളാരും അറിയില്ല അയാള് പോത്തിനറുത്ത് കൊടുത്ത് വിതരണം ചെയ്ത്. പക്ഷെ അയാൾ അക്കൗണ്ടിൽ ആ കൂലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. ചെറുതായിട്ട് കാണരുത്, ചെറുതായിട്ട് കാണരുത്. നേരെ മറിച്ചപ്പോ ഒന്നാം സമയത്ത് വരുന്നവർക്ക് ഒരു ഒട്ടകം വീട്ടിന്റെ മുറ്റത്ത് ഒറിജിനൽ ഒട്ടകം എത്തുന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പോകില്ലേ? രണ്ടാം സമയത്ത് എത്തുന്നവരുടെ വീട്ടില് മാടുവർഗത്തിൽപ്പെട്ട നല്ലൊരു സാധനം രാവിലെ തന്നെ എത്തും എന്നുള്ളൊരു സംഗതി അള്ളാഹു നൽകിയിരുന്നെങ്കിൽ എന്നാ പിന്നെ മാപ്പിളമാരൊക്കെ നാക്കലയുടെ കച്ചവടക്കാരായിരിക്കും. കാരണം നേരത്തെ ജുമഅക്ക് പോവുക, സാധനം കൊണ്ടുവരിക, അത് വെക്കുക, ഭയങ്കര ബിസിനസ്സാവും. ഇത് നമ്മൾ നേരെ കാണാത്തോണ്ടാണ്. അപ്പോ ഈമുള്ള ആളുകൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ മഹാവളവന്മാര് കഴിച്ചിലാവും. ഇല്ലായിരിക്കാനാണ് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത്. മൂന്നാമത്തെ സമയത്ത് ഒരാള്, മൂന്നാമത്തെ മണിക്കൂറിൽ ജുമഅക്ക് വന്ന ഒരാൾ കൊമ്പുള്ള ഒരു ആടിനെ ധർമ്മം ചെയ്ത പോലെയാണെന്നാണ്. അല്ല, കൊമ്പുള്ള ഒരു ആട്, ആ ആടിനെ ദാനം ചെയ്ത പോലെയാണ്. അപ്പൊ ഒന്നാം സമയത്ത് ഒട്ടകം, രണ്ടാം സമയത്തിന് കിട്ടാൻ പോകുന്നത് മാടവർഗത്തിൽപ്പെട്ട ഒന്ന്, മൂന്നാമത്തെ സമയത്ത് ആടിനെ അറുത്ത് കൊടുത്ത കൂലി. നാലാമത്തെ സമയത്ത് വരുന്ന ആള് ഒരു കോഴി, ഓൻ കോഴിയാന്നല്ലോ, ഒരു കോഴിയെ അറുത്ത് കൊടുത്ത കൂലി അവന് കിട്ടുന്നതാണ് നാലാം സമയം. ومن راح في الساعة الخامسة فكأنما قرب بيضة. അഞ്ചാമത്തെ സമയത്ത് വരുന്ന ആള് അവൻ ഒരു കോഴിമുട്ട ദാനം ചെയ്തത്. ഒരു കോഴിമുട്ട, ഒരു ചോറ്, ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കോഴിമുട്ട ഒരു ചരത്രം ഉണ്ടാവും. അതിനുവേണ്ടി അയാൾക്ക് ഒരു കോഴിമുട്ട കൊടുത്തു, അത് കിട്ടും. എന്നാ ഒറ്റപ്പെട്ട ചില ഹദീസിൽ, വേറെ ഹദീസിൽ കാണുന്നത് ആറാമത്തെ ടൈം കൂടിയും പറയുന്നുണ്ട്. പക്ഷെ അത് കോഴിയുടെയും കോഴിമുട്ടയുടെയും ഇടയിലാ പറഞ്ഞിട്ടുള്ളത്. പൈങ്കിടി, പൈനാക്കിടി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പേരിലറിയപ്പെടുന്ന കിളികൾ, അത് കൊടുത്ത കൂലിയാണ്. എന്നാലും സ്വഹീഹായ ഹദീസിൽ കാണുന്നത് ഈ 5 ടൈമാണ്, 5 സമയം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണക്കാക്കുക? വെള്ളിയാഴ്ച നോക്കൂ, വെള്ളിയാഴ്ച പ്രഭാതം മുതൽ ഇമാമ് മിമ്പറിലേക്ക് കയറുന്ന സമയം തന്നെ, ആ സമയം വരെയുള്ള മൊത്തം സമയത്തെ 5 ഭാഗാക്കിയാൽ അതിൽ ആദ്യത്തെ സമയത്ത് വരുന്ന ആളുകൾക്ക് ഒട്ടകത്തറുത്തെടുത്തു പോയി. അതിൽ തന്നെ ആദ്യം വരുന്നതും അവസാനം വരുന്നതും മധ്യത്തിൽ വരുന്നവരൊക്കെ ഉണ്ടാവും. അത് ഒട്ടകത്തിന് അളവിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ കൂട്ടി നോക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 12:45, ഒരു 12:30 ബാങ്ക് കൊടുത്താൽ 1 മണിക്കാണ് ഇമാമ് മിമ്പറിൽ കയറുന്നത് എങ്കിൽ, 12:45 ബാങ്ക് കൊടുത്ത് 1 മണിക്കാണ് ഇമാമ് മിമ്പറിൽ കയറുന്നത് എങ്കിൽ, ആ മിമ്പറിൽ കയറുന്നത് വരെയാണ് ഈ ടൈം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു 12:30 മുതൽ 1 മണി വരെയുള്ള അതിന്റെ ഇടയിൽ വരുന്നവർക്കൊക്കെ കോഴിമുട്ടന്റെ ഉണ്ടാവും.
നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു 12:30 മുതൽ ഇമാമ് മിമ്പർമ കയറുന്നതിന്റെ ഇടയിലൊക്കെ സമയത്ത് വരുന്ന ആളുകൾക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത കൂലിയെ കിട്ടുള്ളൂ. നമ്മൾ എന്ത് വിചാരിക്കരുത്. മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നൊരു വെള്ളിയാഴ്ച, അന്ന് എല്ലാവരും ടിവിന്റെ മുന്നിലാ രാവിലെ ആര് ജയിച്ചു നോക്കാം. അന്ന് ഞാൻ എന്റെ മഹലിലെ പള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് ഒരാളവിടെ ഉണ്ട്. അയാൾ എന്നോട് പറഞ്ഞു, ഇന്നിപ്പോ ഒട്ടകത്ത് അറുത്തെടുത്ത കൂലി കാണുക. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യം വരുന്നവർക്കാണെന്നാണ്. അങ്ങനല്ല, അയാൾ 11:45 അവിടെ എത്തിയണം. ഇല്ല, അയാൾക്കൊരു കോഴി അത്രേ ഉള്ളൂ. ഈ തൽക്കാലം ഒട്ടകം അവിടെ കെട്ട, അതിനത് വളരെ നേരത്തെ പുറപ്പെടും. അതിനാണ് സഹോദര നമ്മുടെ പൂർവീകർ പണ്ട് ജുമുഅക്ക് ചൂട്ടും കത്തിച്ചു പോയത്. 2 കാരണമുണ്ട്. ഒന്നന്ന് എല്ലായിടത്തും പള്ളിയില്ലായിരുന്നു. എന്നാ അടുപ്പും കല്ലച്ചമാർക്കുള്ള പള്ളി ഗ്രൂപ്പ് തിരിഞ്ഞുണ്ടാക്കല്ലേ. വലിയ നീണ്ട ഓത്തോതിയിട്ട് കാര്യമില്ല, അടിത്തറ ശരിയാണ്. ഓരോരുത്തരും പള്ളി ഉണ്ടാക്കല്ലേ. ഒരു അങ്ങാടി ചെന്നിട്ട് പള്ളി എവിടെ എനിക്ക് ഏത് പള്ളിയാ വേണ്ട, അരി ഏതാ വേണ്ടെന്ന് വൈപ്പ് പറയാം. ഞാൻ പഴയ ആളാണ്. അത്തഖവയിലെടുക്കപ്പെട്ട പള്ളി മതി, ഇതിലാണ് കയറിക്കൊള്ളി. പഴയ പള്ളിയാ. എത്ര ഗ്രൂപ്പുകളാണ് ഓരോ ദിവസം ഉണ്ടാവുകയല്ലേ. ഓരോ പൊട്ടന്മാരിങ്ങനെ കിടക്കുമ്പോ ആലോചിക്കണം, എന്നിട്ട് ഓലങ്ങനെ വ്യാഖ്യാനിക്കുക ആയത്തിന്, എന്നിട്ട് ഗ്രൂപ്പാകാം. അങ്ങനെ കുറെ സെക്രട്ടറി പ്രസിഡന്റും കൂടും. അവർക്കൊക്കെ ലെറ്റർ പേഡ് അടിക്കുക, ഗൾഫ് പോവാൻ പിരിക്കാം. ഈ പിന്നാലെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. നന്ദി ഓന് ഇലക്ട്രിക് പോസ്റ്റുമ കയറാം, പോസ്റ്റ് ഒട്ടിക്കാൻ മൈദപ്പൊടി കലക്കിയിട്ട്. ഈ വരുന്നതിന്റെ പിന്നാലെ ഓടിയുള്ള പ്രശ്നം അസുല്ല അവിടെ നിന്നാൽ മതി, അടിത്തറ നമ്മളവിടെ ഉള്ളത്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈമാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ആദ്യകാലത്തൊക്കെ ജുമുഅക്ക് ഒരുപാട് നീണ്ട സ്ഥലത്ത് പോകണ്ടേ, അതുകൊണ്ട് ചൂട്ടും കത്തിച്ചിറക്കി. ഉച്ചക്കല്ലല്ലോ ഈ ചൂട്ടെത്തിക്കുന്നത്. കലക്ടറേറ്റിന്റെ അടുക്കത് പിന്നെ പ്രകടനമല്ലോ, വളരെ നേരത്തെ പോയിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൂർവീകനായ ആളുകൾ ഇപ്പൊ ഖബറിലതാ സുഖിക്കുകയാണ്. എന്തുകൊണ്ട്? ആഴ്ചയിലൊരു ദിവസം വെള്ളിയാഴ്ചയെ അവർ വല്ലാതെ പരിഗണിച്ചു, വല്ലാതെ പരിഗണിച്ചു. സഹോദര, ഒരു കോഴിയെ അല്ലെങ്കിൽ ആടിനെ അറുത്ത് കൊടുത്ത കൂലിയെങ്കിലും കിട്ടണമെങ്കിൽ എത്ര നേരത്തെ നമ്മൾ പോകണം? സുബൈക്ക് തന്നെ പോകാൻ കഴിഞ്ഞോളന്നില്ല ജുമുഅക്ക് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ. എന്നാലൊരു ആടിനെ അറുത്ത് കൊടുത്തതെങ്കിലും കിട്ടണ്ടേ നമുക്ക്? അങ്ങനെ ഇപ്പൊ ഒരാൾ നേരത്തെ പള്ളിയിലേക്ക് പോയ ആളുകൾ സംശയിക്കുവാനും പറ്റും. ഇപ്പൊ നിങ്ങളിപ്പോ നാളെ ഇങ്ങനെ ഇതിന്റെ കൂലി ആഗ്രഹിച്ച് അള്ളാന്റെ തിരുവതർ പറഞ്ഞതല്ലേ എന്നുള്ള നിലക്ക് നാളെ ഒരു 9 മണിക്ക് പള്ളിയിലേക്ക് വന്ന് നോക്കി. സുഹൃത്തുക്കൾ ചോദിക്കും, എവിടേക്കാ? വെള്ളിയാഴ്ച അല്ലടോ, പള്ളിയിൽ പോവാൻ. സമയം എത്രയായി? ഓന്റെ വാച്ച് പോകും, വാച്ച് പഴച്ചതാണോ? 9 മണി. 9 മണിയല്ലായിട്ടുള്ളൂ. 9 മണിയായിട്ടുള്ളൂ. പിന്നെ എടുക്കാം പള്ളിക്ക്. സുഹൃത്തെ, ആ നിക്കാഹ് ഉണ്ടാവുമായിരിക്കും അല്ലേ? 9 മണിക്കൊക്കെ പള്ളിയിൽ പോകാന്ന് പറഞ്ഞാൽ അവിടെ നിക്കാഹ് വേണം. എന്നാ ചിലപ്പോ ഓനും കയറാൻ സാധ്യത, ഒരു പപ്സ് കിട്ടുമെന്ന് കരുതിയിട്ട്. അത്ഭുതമാണ് സഹോദര, നേരത്തെ പള്ളിയിൽ പോയ അത്ഭുത. അതുകൊണ്ട് സഹോദര, ഇത് കീഴ്വഴക്കനുസരിച്ച് നേരത്തെ നമ്മുടെ പൂർവീകരൊക്കെ വളരെ ശ്രദ്ധിച്ചതാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പരമാവധി ഒരു വെള്ളിയാഴ്ച ഉച്ചന്റെ മുമ്പെങ്കിലും നമ്മൾ അതിന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വിചാരിച്ച നടക്കാത്തായിട്ടൊന്നുമില്ല. ഒന്ന് നേരത്തെ, ഏറ്റവും ചുരുങ്ങിയത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അൽഖഫ് ഓതി അള്ളാന്റെ തിരുവയുടെ പേരിൽ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലി ആ ഒരു രൂപത്തിൽ അതിനെങ്കിലുള്ള ഒരു മനസ്സ് നമുക്ക് വേണ്ടേ. അതുകൊണ്ട് ഇന്നത്തെ സദസ്സിൽ പങ്കെടുക്കുന്നവർ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര, നമ്മളെല്ലാവരും വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോകാനുള്ളൊരു മനസ്സ് വേണം നമുക്ക്. ആകെ ബാക്കി വരുന്നതാണ്. നാളെ നമ്മൾ ഇതൊന്ന് കണക്കിലെടുത്തു. അടുത്ത വെള്ളിയാഴ്ച, പിറ്റത്തെ വെള്ളിയാഴ്ചക്ക് നമ്മളില്ലെങ്കിലോ? അൽഹംദുലില്ലാ മുതലായില്ലേ. പിറ്റത്തെ വെള്ളിയാഴ്ച പക്ഷേ ഖബറിലായിരിക്കും. നമ്മളിത് അറിയില്ല. ഇനിയിപ്പോ ഇന്നെ നമ്മൾ മരിച്ചാൽ നാളെ നമ്മൾ ഖബറിലായി. നേരത്തെ പോകൽ നടക്കൂല. അതുകൊണ്ട് നമ്മുടെ സമയം നമ്മൾ മുതലാക്കണം. അള്ളാന്റെ തിരുദൂതർ പറഞ്ഞത് അങ്ങനെ ഈ 5 സമയത്തിന്റെ അവസാന സമയത്ത് വരുന്ന ആളുകൾക്ക് കിട്ടാൻ പോകുന്നതാണ്. ഇമാമ് മിമ്പർമലാണ് കയറി കഴിഞ്ഞാൽ നോക്കൂ, സ്വർണത്തിന്റെ പേന കൊണ്ട് എഴുതിയിരുന്ന മലക്കുകള്, സ്വർണത്തിന്റെ പേന കൊണ്ടാണ് പള്ളിയുടെ വാതിൽക്കലിരുന്ന മലക്കുകൾ എഴുതിയിരുന്നത്.
അതൊന്നും പഴക്കൂല. 5 സമയത്ത് ഓരോ സമയത്തും വരുന്നത് ആരാ? അപ്പം മലക്കൾക്ക് കുറെ ടൈം തീരെ പണി ഉണ്ടാവില്ല. ആള് വരണ്ടേ? ബൂത്തിൽ കുറെ ഉദ്യോഗസ്ഥന്മാരിരുന്ന ഒറ്റൊന്ന് വോട്ട് ചെയ്യാൻ വരുന്നില്ല. അവർക്ക് അങ്ങനെ ഇരിക്ക സുഖമായിട്ട്. ഇനി അവസാനം ഖുതുബ തുടങ്ങിയിട്ടുണ്ട് ഒരു വരവ്. ഓനക്കൊരു കോഴിക്കാട്ടം കൊടുത്ത കൂലിയും കൂടിയില്ല. കോഴി മുട്ട വെക്കട്ടെ. പരിപാടി നിർത്തി. മലക്കാൾ എഴുതിയേക്കേണ്ട പരിപാടി നിർത്തി. ഇമാമ് മിമ്പർമ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സഹോദര, അതോടുകൂടെ മലക്കുകളതാ, ആ മലക്കുകളതാ അവരുടെ റിക്കാർഡ്, അവരുടെ രജിസ്റ്റർ പൂട്ടി. സ്വർണത്തിന്റെ പേന കൊണ്ട് വെള്ളിയുടെ ഗ്രന്ഥത്തിലാണ് അവരെഴുതുക. ഒരു ഹദീസ് നേരെ എങ്ങനെയുണ്ട്? സ്വർണം കൊണ്ടുള്ള പേന, സ്വർണം കൊണ്ടുള്ള ഏട് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. സഹോദര, എഴുതി വെക്കൽ അവർ നിർത്തിവെക്കും. ഇമാമ് മിമ്പർമൽ കയറിയതിന്റെ ശേഷം വരുന്ന ആളുകൾക്ക് ജുമുഅ ലഭിക്കുമെങ്കിലും അവരൊന്നും റിക്കാർഡിലില്ല. എത്ര വലിയ ഹതഭാഗ്യവാന്മാരാണ് അവർ! ഭാഗ്യല്യോല്, ഭാഗ്യം കെട്ടവരാണ് സഹോദര അവർ. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് ഒരുങ്ങുക തന്നെ വേണം. അള്ളാഹുവിന്റെ തിരുദൂതർ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുൻ. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നത് 5 നേരത്തെ നിസ്കാരം, അതുപോലെ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ, അതിന്റെ ഇടയിലുള്ള പാപങ്ങളെ അത് പൊറുപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള ഒരു വഴി എന്താ? ആഴ്ചയിൽ ഒരു ദിവസം, വെള്ളിയാഴ്ച ദിവസം നമ്മൾ കൃത്യമായി പള്ളിയിൽ വരുന്ന സമയം സഹോദര, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, അതിന്റെ ഇടയിലെ ഒരാഴ്ചയിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് ചെറുദോഷങ്ങൾ നമ്മൾ അറിയാതെ വരും. എത്ര ശ്രദ്ധിച്ചാലും മാനുഷികമായിട്ട് വരും. 5 നേരത്തെ നിസ്കാരം കൊണ്ട് ലഭിക്കാൻ പോകുന്നതാണ്. സുബ്ഹി നിസ്കരിച്ചു നമ്മൾ, ഇൻഷാ അല്ലാഹ് ളുഹ്ർ നിസ്കരിക്കും നമ്മൾ. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനം, ഇൻഷാ അല്ലാഹ് ളുഹ്ർ നിസ്കരിക്കും. ളുഹ്ർ നിസ്കാരം നടന്നാൽ സഹോദര, സുബ്ഹിയുടെയും ളുഹ്റിന്റെയും ഇടയിലുള്ളത് പൊറുക്കപ്പെട്ടു. അസ്ർ നിസ്കരിക്കുമ്പോൾ ളുഹ്റിന്റെയും അസ്റിന്റെയും ഇടയിൽ, ഇങ്ങനെ 5 നേരത്തെ നിസ്കാരം, അതിന്റെ ഇടയിലുള്ള ദോഷങ്ങളെ പൊറുക്കും. ഒരു ജുമുഅ മറ്റേ ജുമുഅ വരെ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ. അപ്പോൾ ഇബാദത്തുകൾ നമ്മളിങ്ങനെ വളരെ കണിശമായ രൂപത്തിൽ ഇടതടവില്ലാതെ ചെയ്യുമ്പോൾ അറിയാതെ വന്ന ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടും. തെറ്റുകൾ എത്ര ചെറുതാണെങ്കിലും പടച്ചറബ് പൊറുത്തിട്ടില്ലെങ്കിൽ കുടുങ്ങും. ഒരു അണുതൂക്കം തിന്മ ചെയ്താൽ അതിനെ കാണുന്ന ഒരു ഗോതമ്പിന്റെ ധാന്യത്തെ 1024 പ്രാവശ്യം വംശയിച്ചാൽ അതിൽ ഒരു ഭാഗം എത്രയാണ്? അതാണ് ഒരു ദർറ എന്ന് ഇമാം സൗദി റഹിമഹുല്ലാഹ് പറയുന്നു. ഒരു സാധാ ഗോതമ്പിന്റെ ധാന്യത്തെ 1024 വട്ടം വംശയിച്ച ഒന്നുണ്ടാവില്ല, കാണാൻ മാത്രം. മൈക്രോസ്കോപ്പ് വേണ്ടി വരും, എന്നാലേ കാണാൻ കഴിയൂ. സഹോദര, അത്ര ചെറിയ തെറ്റുകൾ ചെയ്താലും അള്ളാഹു അത് പുറത്തു തന്നിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ ആകെയുള്ള പ്രതീക്ഷ എന്താ? നമ്മൾ ചെയ്യുന്ന ഇത്ര നല്ല കാര്യങ്ങൾ കാരണം നമ്മുടെ പാപങ്ങൾ അള്ളാഹുവോട് ബന്ധപ്പെട്ടത് വേഗണ്ട്. മനുഷ്യരോടുള്ള ഇടപാടാണ് പ്രശ്നം. നമ്മൾ കണക്കിലെടുക്കാത്തതാണ്. കള്ളുകടി വലിയൊരു സംഭവമായിട്ട് നമ്മൾ കാണും, വലിയ സംഭവം തന്നെ. പക്ഷെ അതേ സമയം പള്ളിയിൽ വന്നിട്ട് പോലും ഗീബത്ത് പറഞ്ഞിരിക്കുന്ന എത്ര ആളുകൾ. പ്രശ്നം കള്ളു കുടിച്ചാണ് ഒരു സുപ്രഭാതത്തിൽ പടച്ചവനോട് പറഞ്ഞ സഹോദരൻ അത് പൊറുക്കപ്പെടും, പിന്നേക്ക് മടങ്ങരുത്. എത്ര വലിയ കുടിയനാണെങ്കിലും ഗീബത്ത് പറഞ്ഞവനാണെങ്കിൽ ആരെയാണോ പറഞ്ഞത് അയാൾ പൊറുക്കാതെ അള്ളാഹു വിട്ടുകൊടുക്കൂല. ഞാനൊരാളെ ഗീബത്ത് പറഞ്ഞു, ഞാനങ്ങനെ അയാളോട് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ കുറെ പറഞ്ഞതാണ് പൊറുക്കനട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞ ആ വർത്താനം പറഞ്ഞു വരണ്ട, നമുക്ക് അവിടുന്ന് കാണാം. ഒരൊറ്റ അടിയാണ് കൊടുത്തത്. അതും കൂടി അവിടെ കിടക്കും. 2 എണ്ണമായി, കൈകൊണ്ട് കൊടുത്തത്, നാവുകൊണ്ട് കൊടുത്തത്. അതും കൂടി അവിടുന്ന് കാണാൻ നമുക്ക് കാണും. ആയിക്കോട്ടെ പൂരത്തെറിയും പറഞ്ഞു, അതോടെ കിടക്കും. പിന്നെ എനിക്ക് തോന്നി, പടച്ചനെ വലിയ അബദ്ധം ഞാൻ ചെയ്തത്. ഞാൻ വീട്ടിൽ നല്ലൊരു സദ്യ ഒരുക്കി, 10,000 ഉറുപ്പിക ചെലവഴിച്ചിട്ട് നല്ല ഫുഡ് ഒരുക്കിയിട്ട് ഇയാളെ വിളിച്ചു. ഇയാൾ വന്നും ചെയ്തു. അയാൾ നല്ല റാഹത്തോടുകൂടെ ഞാൻ കൂടെ മൂപ്പര് തിന്ന്. അതിനും സന്തോഷമായി. ലാസ്റ്റ് വേണം പിടിക്കാൻ, മറ്റേ പൊറുക്കപ്പെടാൻ. എന്നിട്ടെ
ഭക്ഷണം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞേ, നിങ്ങൾ ആദ്യം പറയണ്ടേ, ഞാൻ അതൊരിക്കലും പ്രതീക്ഷിക്കില്ലായിരുന്നു, അത് ഞാൻ പൊറുക്കൂല, നമുക്ക് അവിടുന്ന് കാണാം എന്ന് ഇയാള് പറഞ്ഞ ഒരു രക്ഷയില്ല. അയാളെ കയ്യും കാലും പിടിക്കല്ലാതെ ഒരു കോലവുമില്ല. പടച്ചോരോടുള്ള ഹക്കാണെങ്കിൽ ഇത്ര ഇടങ്ങേറില്ലായിരുന്നു. ഇയാള് വല്ലാതെ ഇടങ്ങാറാക്കുന്ന പോലെ ഒരു രക്ഷയില്ല. പിടിച്ചു അയാൾ പോയി, വീണ്ടും അയാളെ പിന്നാലെ കൂടേണ്ടി വരും. എത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായിരുന്നാലും സഹോദര, അപ്പൊ ഒരു അടുത്ത ജുമഅന്റെ ഇടയിൽ പൊറുക്കപ്പെടാന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാനുള്ളത് കൊടുക്കാണ്ടായിട്ടും ചില ആളുകൾ കൊടുക്കാതെ ജുമഅക്ക് പള്ളിയിൽ നിന്ന് മാറും, ഹൗദുങ്കരൊക്കെ കൂടി ഓടുക. ഓൻ ജുമസ്കരിച്ചോണ്ട് എന്താ പൊറുക്കപ്പെടുവോ? ഇല്ല. കൊടുക്കാനുള്ള കാശ് കൊടുക്കാതെ മാറുക. അങ്ങാടിയിലാണെങ്കിൽ ഓട്ടോറിക്ഷക്ക് മാറും, പള്ളിന്റെ തൂണിന് മാറുക. അതുണ്ടാകരുത്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറിയ തെറ്റുകൾ പൊറുക്കപ്പെടാൻ വേഗമുണ്ട്. അതേസമയം സഹോദര, ജുമ ഒഴിവാക്കുകയാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അവരെ ഹൃദയങ്ങളുടെ മേലിൽ സീല് വെക്കും. ഹൃദയങ്ങളുടെ മേലിൽ അല്ലാഹു സീല് വെക്കും, ഒന്നാണ് കേറൂല. ബാലറ്റ് പെട്ടി എന്തിനാ ആദ്യകാലത്ത് സീല് വെച്ചിരുന്നത്? ഇപ്പൊ പിന്നെ ഇലക്ട്രോണിക് സംവിധാനം ആയതുകൊണ്ട് ആ സീലിന്റെ ആവശ്യമില്ല, വേറെ സീല. 5 മണിയായ ആ സീലയും എന്തിനാണത്? ആരെങ്കിലും ഓടി വന്നാണ്ട് ഇത് കുത്തിയാണ് അതിന്റെ ഉള്ളിൽ കിടാക്കാനാണ്. അതിന്റെ ഉള്ളിലുള്ള ചോരാനും പാടില്ല, അതിലേക്കൊന്ന് ചേരാനും പാടില്ല. അതിനാണ് സഹോദര സീല് ചെയ്യുന്നത്. ചുമക്ക് വരാത്തവന്റെ ഹൃദയം അല്ലാഹു തആല സീല് ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണത്? ഹിദായത്ത് ഉണ്ടാവൂല. ജുമക്ക് പോലും പോകാത്ത ആളുകളുണ്ട്, വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ജുമക്ക് വന്നിട്ട് ആളുകളുടെ അവസ്ഥ എന്താ? അത് വേറെ കാര്യം. അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്ന് ജുമക്ക് വന്ന് അടിയിലെ നിലയിൽ റാഹത്തായിരിക്കും, മുകളിലെ നിലയുടെ കഥ പരുങ്ങലാണ്, വരാതിരിക്കായിരിക്കും ഹൈർ. കാരണം വന്ന് അവിടെയും ഇവിടെയും ഇരുന്ന് ഖുതുബ ശ്രദ്ധിക്കല്ല, മൊബൈലിൽ കളിക്കുന്നൊരവസ്ഥ. അകത്തെ പള്ളിയിൽ കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാവരും അക്ഷരക്കത്തോടെ ഇരിക്കും, ചിലർ ഉറങ്ങായിരിക്കും. എന്നാൽ അതേ സമയത്ത് മുകൾ നിലയിൽ എന്താ? 2ാമത്തെ നിലയിൽ, 3ാമത്തെ നിലയിൽ അതിലേറെ കളിയാവും. നില കൂടുന്തോറും കളി കൂടും. ഏത് പള്ളിയിൽ പോയി നോക്കിയാലും ഇതാണ് അവസ്ഥ. സ്കൂൾ കുട്ടികളൊക്കെ വരും ജുമഅക്ക് എന്ന് പറഞ്ഞൊരു വരവാ. വെറുതെ പള്ളിയിലെ വെള്ളം വെറുതെ കഴിക്കുക എന്നതല്ലാതെ. എന്നിട്ടോ ഒന്നായിട്ട് പോയി ആകെ ബഹളം. പള്ളിക്ക് ഒരു വരാന്തുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കണാണ്, ഉള്ളിലൊന്നും സ്ഥലമില്ലാതെ തോന്നി പോകും. പുറത്തു നോക്കിയാൽ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക. സഹോദര, നമ്മൾ ചിന്തിക്കേണ്ടതാ, വളരെ ചിന്തിക്കേണ്ടതാ. വെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഈ ചെയ്യുന്നത്. എത്ര ശ്രദ്ധിക്കേണ്ടതാ. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നോക്കൂ, അല്ലാഹുവിന്റെ തിരുദൂതർ നമ്മളെ പഠിപ്പിക്കുകയാണ്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അപ്പൊ വെള്ളിയാഴ്ച ദിവസം അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് ആ മഹത്വം അവിടെ നിർത്തുക. ബാക്കി ഞാൻ ആയത്ത് പറയുമ്പോൾ പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലുള്ള ദിക്റിലേക്ക് വേഗത്തിൽ വരിക. ഏതാണ് ആ വിളി? ജുമുഅന്റെ 2ാം ബാങ്കാണ് കേട്ടോ. അതായത് ഇമാമ് മിമ്പർമൽ കയറിയതിന്റെ ശേഷം ഒരു ബാങ്ക് ഉണ്ടല്ലോ, ആ ബാങ്കാണ് ഈ ബാങ്ക് കൊണ്ടുള്ള ഉദ്ദേശം. 2ാം ബാങ്ക് കൊടുത്താൽ പിന്നെ ഒരു പരിപാടിയും പാടില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ എന്ത് കരുതരുത്, അത് ശരി അപ്പൊ പോന്നാ മതിയില്ലേ അങ്ങാടി കരുതരുത്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സഹോദര, ജുമഅക്ക് ഒരു ബാങ്ക് ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ നമ്മൾ ലോഹറിന് ബാങ്ക് കൊടുക്കുന്ന ആ ബാങ്ക് വെള്ളിയാഴ്ച കൊടുത്തില്ല. ആദ്യകാലത്ത്, നബിയുടെ കാലത്ത്. ഇമാമു മിമ്പർമൽ കയറിയതിന്റെ ശേഷമാണ് ബാങ്ക് വിളിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആ നില തുടർന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ആ നില തുടർന്നു. സയ്യിദ്നാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ജുമഅക്ക് 2 ബാങ്ക് തുടങ്ങിയത്. ഇമാമു മിമ്പർമൽ കയറിയതിന്റെ ശേഷമുള്ള ആ ബാങ്കിന്റെ പുറമെ സാധാ സമയത്തും ബാങ്ക് കൊടുത്തു. എന്താ കാരണം? ആളുകൾ ഇസ്ലാമിലേക്ക് ആളുകൾ കണ്ടമാനം കൂടി. അപ്പൊ ആ ആളുകൾക്ക് ജുമഅക്ക് വരാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സാധാരണ കൊടുക്കുന്ന സമയത്തും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാങ്ക് പാസാക്കി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പാസാക്കുമ്പോൾ അനേകം സ്വഹാബിമാരുണ്ട്. ആരെങ്കിലും എതിർത്തോ? അത് റസൂൽ ചെയ്യാത്തതാണെന്ന് പറഞ്ഞ് ഇല്ല. അങ്ങനെ അതാണ് നിലനിന്നു എന്നാണ്. ലോകത്ത് മുസ്ലിമീങ്ങൾ ആ നിലപാടാണെന്ന് സ്വീകരിക്കുന്നത്. കേരളത്തില് പുത്തൻ പ്രസ്ഥാനക്കാരുടെ പള്ളിയിൽ, ഒറ്റപ്പെട്ട പള്ളികളിൽ മാത്രമാണ് ജുമഅക്ക് 2 ബാങ്കിൽ ഇല്ലാത്തത്. എന്താ ചെയ്യാ? ഒരു വാശി, വാശിക്ക് മരുന്നില്ല.
സഹോദര ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത് അത് തെറ്റൂല. എന്താ കാരണം? അതുകൊണ്ടാണ് ഇന്ന് മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഹറാമിലൊക്കെ ഇവിടുത്തെ അതേ ജുമാന്റെ സിസ്റ്റം വന്നത്. ഇവിടുത്തെ അതേ അവസ്ഥയുള്ള അവിടെ ളുഹറിന്റെ ബാങ്ക് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇമാം ഖുത്ബ തുടങ്ങാൻ വേണ്ടി മിമ്പർമ കയറും. അത് കയറി കഴിഞ്ഞാൽ ഉടനെ സലാം പറഞ്ഞിരുന്നാൽ ഇതേ അവസ്ഥയാണ് 2 ഹറമിലും 3 ഹറമിലും നടക്കുന്നത്. ലോകത്തെല്ലായിടത്തും പള്ളികളിൽ അങ്ങനെയാണ്. വെള്ളിയാഴ്ച 2 വാങ്ങൽ റസൂൽ ചെയ്തിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്താൽ മതി. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ശേഷം വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗം പിൻപറ്റിക്കൊള്ളുന്ന റസൂൽ പറഞ്ഞെന്താ പറയാ, അള്ളൂ അലൈഹ ബിൻ നവാജിദ് എന്ന അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചോളി. അത് പിടിച്ചാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പറിച്ചുണ്ടോ. മുൻപല്ലുകൊണ്ട് കടിച്ചാൽ ചിലപ്പോൾ പല്ലടക്കം പോകാൻ സാധ്യതയുണ്ട്. അണപ്പല്ലും കടിച്ചു പിടിച്ചാൽ വലിച്ചാൽ കിട്ടൂല. അതിനർത്ഥം എന്താ? മുറുക്കി പിടിച്ചോളൂ, അയിമ തന്നെ കൂടിക്കോളൂ. എന്താ കാരണം? അസ്ഹാബീ കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ജുമുഅക്ക് 2 വാങ്ക് വേണോ വേണ്ടെന്ന് തർക്കം വന്നാൽ അസ്ഹാബീ കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാ. ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? കടലിലൂടെ പോകുന്ന ഒരു കപ്പല് ഏത് ഭാഗത്താണ് കര എന്നറിയാൻ കഴിയാതെ വന്നാൽ കപ്പൽ നിയന്ത്രിക്കുന്ന കപ്പിത്താൻ അവൻ ഒരു നിപുണനാണെങ്കിൽ, പ്രഗത്ഭനാണെങ്കിൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ഏത് ഭാഗത്താണ് കടലിന്റെ കര എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. നടുക്കടലിൽ എങ്ങോട്ട് നോക്കിയാലും കടല, എവിടെ നോക്കിയാലും വെള്ള കാണുന്നത്. ഏത് ഭാഗത്താണ് കര എന്നറിയാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ കപ്പിത്താൻ ഒരു പ്രഗത്ഭന. ഓരോ ആളുകൾക്കും അതിൻ്റെതായ ഇവരുണ്ടാവുമല്ലോ. വിമാനം ഓടിക്കുന്ന പൈലറ്റുമാരുണ്ട്, അവർക്ക് അതിനെ പറ്റി അറിയാം. എയർ ഇന്ത്യന്റെ ഒരു പൈലറ്റിന് പെട്ടെന്ന് എന്ത് വന്നു, അറ്റാക്ക് സംഭവിച്ചു. വിമാനം കരിപ്പൂരുണ്ട്, ജിദ്ദയിലേക്ക് പോകാനുള്ളതാണ്. കൊണ്ടോട്ടി വന്നിട്ട് ഒരു ഓട്ടോ ഡ്രൈവറെ വിളിച്ച്, പൈലറ്റിന് ഇങ്ങനെ അസുഖമുണ്ട്, ഒന്ന് അവിടെ കൊണ്ടുപോയി ഇറക്കുമെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല സഹോദര, 2 എന്നതുപോലെ കപ്പിത്താന്റെ വിവരം വേണം. ആകാശത്തെ നക്ഷത്രം നോക്കി ദിശ മനസ്സിലാക്കുക, കടലില കുടുങ്ങിക്കിടക്കുന്നത് എന്നതുപോലെ ഏതാണ് സ്വീകരിക്കേണ്ടതെന്നറിയാതെ പ്രയാസപ്പെട്ടാൽ നക്ഷത്ര തുല്യരായ സ്വഹാബത്തിനെ പിൻപറ്റിയാൽ മതി. സ്വഹാബിമാരിൽ ഏറ്റവും സ്ഥാനമുള്ള 4 പേരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അവർ മാർഗം പിഴക്കോ? അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സംവിധാനം ഇതൊക്കെ സ്വീകരിക്കുന്നവരാ സുന്നികൾ. ഒരു ജുമുഅക്ക് 2 വാങ്ങില്ല. എന്നാ ഖുർആൻ ഓല് കൊണ്ടടക്കുന്നു. ഖുർആൻ ഇങ്ങനെ ഒരു 2 ചട്ടക്കുള്ള ആക്കിയതാരാ? അതും ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂട്ടി, നബിന്റെ കാലത്തുണ്ടായിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വിപുലമായി കോപ്പികൾ എടുത്ത് 5-6 കോപ്പി എടുത്തിട്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് അയച്ചു. റസൂൽ ചെയ്യാത്ത നന്ദത് സ്വീകരിക്കുന്നത്, മറ്റേതെന്താ സ്വീകരിക്കാത്ത? ഒന്നെടുത്ത് മറ്റേ തള്ളുന്ന എന്താ? സ്വീകരിക്കണം. അത് സഹോദരായി ഇന്ന് തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുന്നുണ്ട്, 8 നിസ്കരിക്കുന്നുണ്ട്. ആരെ ഈ ജമാഅത്ത് തുടങ്ങി? സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. റസൂൽ നിർത്തിവെച്ചതായിരുന്നു. 2-3 ദിവസം മാത്രം അല്ലാഹുവിന്റെ തിരുദറ നിർവഹിച്ചത്. പിന്നെ ആളുകളുടെ ആവേശം കണ്ടിട്ട് റസൂല് നിർത്തിവെച്ചു. പിന്നെ ഒറ്റയായിട്ട് നിസ്കരിച്ചു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത് തുടങ്ങിയത് നോക്കൂ. അതേപോലെ മക്കയിലും മദീനയിൽ 20 റക്അത്ത് തറാവീഹ് ഇന്ന് നടക്കുന്നു. എന്തേ ഒരു സ്വീകരിക്കാത്ത? മക്കത്തുണ്ടോ എന്ന് ചോദിക്കും. സഹോദര, ഹജ്ജ് വേളയിലല്ലോ പരിശുദ്ധ മക്കയിലും മദീനയിലും തിരക്ക്. പരിശുദ്ധമായ റമദാൻ മാസമാണ്. വിശുദ്ധ റമദാനിലെ തറാവീഹ് നിസ്കാരം ഒരു സംഭവമാണ്. മസ്ജിദുൽ ഹറാമും പള്ളിയും അതിന്റെ മുറ്റപോക്ക് വിട്ടുകടന്ന് എത്ര ദൂരത്തേക്കാ സൊഫുകൾ. ഈ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ എന്തിനാ വരുന്നത്? ആ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുത്തതിന്റെ ഒരു പ്രാർത്ഥന. 20 റക്അത്ത് തറാവീഹ് നിസ്കാരം 30 ദിവസം കഴിയലോടുകൂടാണ് ഖത്തം നിർക്കും. 27 ദുആ ചെയ്യും. 20 റക്അത്താണ്. അങ്ങനെ സംഘടിതമായി ഒരു ഇമാമിന്റെ കീഴിലുള്ള ആ ജമാഅത്ത് തുടക്കം കുറിച്ച് സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്തേ അതിവിടെ സ്വീകരിക്കുന്നു? എന്താ ജുമുഅക്ക് 2 വാങ്ങില്ലാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുത്തൻ പ്രസ്ഥാനക്കാരൊക്കെ മാറ്റി നിർത്തണം. കണ്ടാ ചിരിക്കേണ്ടതിന് കുഴപ്പമില്ല. പക്ഷേ സഹോദര, ആദർശം സ്വീകരിക്കണ്ട. എന്തുകൊണ്ട്? നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന് അടിസ്ഥാനം ഉണ്ടല്ലോ. സുന്നതനായ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് വളരെ കൃത്യമായി കണിശമായി രേഖണ്ടതിന്
ഇവിടെ സഹോദര ജുമയുടെ ഈ വിളി എന്നതുകൊണ്ട് ഉദ്ദേശം ഇന്ന് മിമ്പർമ കയറി കൊടുക്കുന്ന ബാങ്ക. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോഴേക്ക് ആളുകൾ കൂടി, ഇന്നതിലേറെ കൂടല്ലേ. ബാങ്ക് ആവശ്യമാണ്. ആദ്യത്തെ ബാങ്ക് കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഇനി വരാത്തവർക്കും കൂടി, എന്നാൽ രണ്ടാമത്തെ ബാങ്ക് ആവുമ്പോഴേക്കൊക്കെ ഇവിടെ എത്താം. അപ്പോഴെങ്കിലും എന്തായിരുന്നാലും വേണമെന്നാണ്. നേരത്തെ വരലാണ് വേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അള്ളാഹു പറയുന്നത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം. ഇവിടെ വേറൊരു പോയിന്റ് എന്താ അറിയോ? ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. ആ സത്യവിശ്വാസികളെ എന്ന വിളിയിൽ ആരെ ഉൾപ്പെടുള്ളൂ? പുരുഷന്മാരെ ഉൾപ്പെടുള്ളൂ. അത് ഏത് വിളിയിലും അങ്ങനെ തന്നെ. സത്യവിശ്വാസികളെ എന്നുള്ള വിളിയിൽ അവിടെ ആ അല്ലദീന എന്നുള്ള പ്രയോഗവും ആമനു എന്നുള്ള പ്രയോഗവും അറബി ഭാഷയെ പറ്റി അറിയുന്ന ആളുകൾക്കറിയാം പുരുഷന്മാരോടാണ് അവർ. സ്ത്രീകളും കൂടി ഉൾപ്പെടണമെങ്കിൽ അതിന് വേറെ രേഖ വേണമെന്ന്. അപ്പൊ ഞാനിതൊരു ക്ലാസ്സിൽ വിശദീകരിച്ചപ്പോ ഒരാൾ ചോദിച്ചു, അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പെണ്ണുങ്ങൾക്ക് നോമ്പില്ലേ ചോദിച്ചു. ചെറിയ ചോദ്യമാണത്. അവിടെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പെണ്ണും പെടുന്നുണ്ട്. ഇനി വേറെ തെളിവുണ്ട്. അവിടെയും അല്ലദീന ആമനു എന്നൊക്കെ പറയുമ്പോൾ അത് പുരുഷന്മാരെ തന്നെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് വേറെ രേഖ ഉണ്ട്, പെണ്ണുങ്ങൾക്ക് നോമ്പ് വേണം. ആ സൂറത്തിൽ തന്നെ പറയുന്നില്ല, ആയത്തിന്റെ ശേഷം പറയുന്നില്ല. ഫമൻ ഷഹീദ മിൻകുമുശ് ശഹ്റ ഫൽയസും, നിങ്ങൾ ഇന്ന് റമദാൻ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോൽക്കട്ടെ. അതിൽ പെണ്ണുങ്ങളും പെട്ടു. കത്തിവരേണ്ട ആവശ്യമില്ല. ജുമഅക്ക് സ്ത്രീകൾ പങ്കെടുക്കണമെങ്കിൽ അതിന് തെളിവ് വേണം. ഇവിടെ ആണുങ്ങൾ മാത്രമേ പെടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അയൽപ്പക്കത്തിൽ, അതായത് പള്ളിന്റെ തൊട്ടടുത്ത് പാർത്തിരുന്ന ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ, അവരൊക്കെ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി തങ്ങൾ വെള്ളിയാഴ്ച ഖുതുബയിൽ കാഫ് സൂറത്ത് ഓതിയിട്ട് അത് ഞാൻ കാണാതെ പഠിച്ചു. ആര് പറയുന്നുണ്ട്? ഉമ്മു ഹിഷാം റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ പുത്തൻ പ്രസ്ഥാനക്കാർ പറയാണ്, ഇപ്പൊ കണ്ടില്ലേ, ഉമ്മു ഹിഷാം കാഫ് സൂറത്ത് പഠിച്ചത് ഖുതുബ കേട്ടിട്ടാണ്. അപ്പൊ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയില്ലേ? പക്ഷെ ഉമ്മു ഹിഷാം തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ റസൂലിന്റെ അടുപ്പം ഒന്നായിരുന്നു, അതായത് അത്രയും അടുത്തായിരുന്നു ഞങ്ങള്. സഹോദര, പള്ളിന്റെ തൊട്ടടുത്ത് വീടാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല? ഉണ്ടാവും, കേൾക്കുന്നവരുണ്ടാവും. ഞാൻ പള്ളിയിരുന്ന് പ്രസംഗിക്കുന്ന സമയത്ത് എന്റെ പള്ളിയുടെ അടുത്തുള്ളവർ ശ്രവിക്കാറുണ്ട്. എനിക്കത് മനസ്സിലായത് എപ്പോഴറിയാം? ഗസയെ ആക്രമിച്ച ആ സംഗതി അന്ന് അങ്ങനെ കരച്ചിൽ വന്ന് പ്രസംഗിച്ചു. ഞാൻ നിയന്ത്രണം, പെണ്ണുങ്ങളൊക്കെ കൂടി ഓടി വന്നു. ഒരു പ്രസംഗം കേൾക്കുന്നതുകൊണ്ടാണ്. അതിനർത്ഥം ഒരു ജുമുഅക്ക് പങ്കെടുത്തോണ്ടാണ്? അല്ലല്ലോ. പള്ളിയുടെ അടുത്ത് പാർക്കുന്ന ആളുകൾക്ക് സഹോദര കേൾക്കൂലേ? കേൾക്കാൻ കഴിയും. ഇന്ന് പ്രത്യേകിച്ചു അള്ളാൻ റസൂലിന്റെ വീട് പറഞ്ഞ പള്ളി ചുമരുതല്ലേ? ചുമര് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചുമരുമില്ലല്ലോ. ഉമ്മു ഹിഷാം അടുത്താണ്, പള്ളിന്റെ അടുത്ത് പാർക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് പള്ളിയിലെ റസൂല് ഖുതുബ എഴുതുമ്പോൾ കേൾക്കുന്നതാണ്. അത് എന്താക്കി തീർത്തു? എന്താ ചെയ്യാ? കൂട്ടിലങ്ങാടി പള്ളിയിലേക്ക് ഒരു പെണ്ണ് വന്നിട്ടൊരു മസല ചോദിക്കാൻ വേണ്ടി ഒരു പെണ്ണ് വന്നു. ഇത് ഇവിടെ ജുമുഅക്കും ജമാഅത്തിനും വന്നു എന്ന് വരുത്തി തീർക്കാൻ രേഖയാക്കാൻ പറ്റും? ഇല്ലല്ലോ. സഹോദര, ഒരിക്കലും പറ്റൂല. ഒരു തലാഖിന്റെ വിഷയം വന്നു, ഒരു ഖാദിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിന് തീർപ്പാക്കണമെങ്കിൽ ചിലപ്പോൾ പെണ്ണിനെ പള്ളിയിലേക്ക് വിളിക്കേണ്ടി വരും. അത് നിസ്കരിക്കാൻ വന്നതല്ല. ഇവിടെ സഹോദരായ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ആണുങ്ങളാണ് ഉദ്ദേശം. അത് പെണ്ണുങ്ങളെ അല്ലാഹു തആല താഴ്ത്തി കെട്ടിയതല്ല, ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജുമുഅ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമാ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അത് ഒഴിവാക്കിയത് സ്ത്രീത്വത്തിനെ കണക്കിലെടുത്തിട്ടാ. അതാണ്. ചിലർ ചോദിക്കും, പെണ്ണുങ്ങൾക്ക് ജുമുഅ നിസ്കരിക്കാൻ, പെണ്ണുങ്ങൾക്ക് ളുഹർ നിസ്കരിക്കാൻ പള്ളിയിലെ ജുമുഅ കഴിയണം എന്നുണ്ടോ? ഇല്ല. പെണ്ണുങ്ങൾക്ക് സമയമായ ളുഹർ നിസ്കരിക്കാം. ഇപ്പോ ഒരാള് ജുമുഅ നിർബന്ധമുള്ള ഒരാള്, അയാള് വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാൻ പറ്റാതെ കുടുങ്ങിക്കണം. അതെന്താ തടസ്സമുണ്ട്? അയാള് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത ഉടനെ പോകാൻ കഴിഞ്ഞാലേ റാഹത്ത്. അപ്പൊ അതുവരെ കാത്തിക്കണം.
ഒരാളെ വീട്ടിന്റെ ഉള്ളിൽ റൂമിലിട്ട് പൂട്ടിപ്പോയി, വേറുള്ളത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു, വേഗം ലോറിസ്കരിക്കാൻ പറ്റില്ല. 1 മണിക്കാണ് ഖുതുബ തുടങ്ങുക. 1:15 മുമ്പ് ആരെങ്കിലും ഒന്ന് ഇതിലൂടെ പോവുകയാണ്, ഈ വാതിലൊന്ന് തുറന്നാൽ ജുമുഅക്ക് പോകാലോ, തടസ്സം നീങ്ങാൻ സാധ്യത. എന്നാൽ അതേസമയത്ത് ഒരു പെണ്ണിന് ജുമുഅക്കുള്ള തടസ്സം പെണ്ണാണെന്നുള്ളതാണ്. അവിടെ കാത്തുനിന്നിട്ട് എന്താ കാര്യം? ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തോ, കാണായാ പോവാലോ എന്നൊരു സംഗതി ഇല്ല. അതുകൊണ്ട് പെണ്ണിന് ആദ്യ സമയത്ത് തന്നെ ലോഹർ വീട്ടിൽ നിസ്കരിക്കണം. നോക്കൂ സഹോദര, ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, പെണ്ണ് പള്ളിയിൽ വരാത്തത് അയിത്ത, ഒരു പെണ്ണ് പള്ളിയിൽ വന്നാൽ അത് പ്രശ്നമായതുകൊണ്ടാ. അല്ലട്ടോ സഹോദര, പെണ്ണിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാണത്. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പളുങ്കാണ്, പൊട്ടിച്ചതറാൻ സാധ്യത. അവൾ പീഡിപ്പിക്കപ്പെടരുത്, അവൾ ആക്രമിക്കപ്പെടരുത്, അവിടെ ചാരിത്രം സംരക്ഷിക്കപ്പെടണം. അതിന് യുക്തമായ തീരുമാനം. നമ്മൾ പള്ളി വന്നേ മതിയാവും. പള്ളിന്റെ അയൽവാസിക്ക് പള്ളിയിൽ നിന്നല്ലാതെ നിസ്കാരമില്ല. ജമാഅത്ത് പോലും പള്ളിയിൽ നിന്ന്. പെണ്ണിനെ വരണ്ടെന്ന് പറയാൻ കാരണം എന്താ? പെണ്ണ് വന്നുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, ആകെ പ്രശ്നമാവും. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു പള്ളിയിൽ ഖുതുബ ഓതാൻ പെണ്ണാണ് തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരി പെണ്ണ്, ഒരു 22 വയസ്സ് 19 വയസ്സായ ഒരു പെൺകുട്ടിനെ നല്ല ശൈലിയേക്കാർ ഖുതുബയ്ക്ക് ഒരു സംഭവിക്കാറ്. വൈകുന്നതിൽ ആർക്കും പരാതി ഉണ്ടാവില്ല. തീരെ ജുമുഅക്ക് വരാത്തവരൊക്കെ 1-ാം സഫിൽ സ്ഥാനം പിടിക്കും. എന്തേ പൊതുവെ വെച്ചാൽ വെള്ളിയാഴ്ച അല്ലേ. എന്താ കാരണം? ഖുതുബ ഓതുന്ന ആരാ? ഒരു പെണ്ണാണ്. നടക്കുവോ? അത് മാത്രമല്ല സഹോദര, ആണുങ്ങൾക്ക് ഇല്ലാത്തൊരു സംഭവമാണ് പ്രസവം. അത് അള്ളാഹു പെണ്ണിന് കനിഞ്ഞേകിയതാ. അതാ പെണ്ണിന്റെ ഉമ്മാന്റെ കാലിന്റെ ഒട്ടിലാ സ്വർഗം തന്നെ. ഉമ്മ പെണ്ണ, ഉമ്മയെ പ്രസവിച്ചത് വാപ്പാക്കാന് കഴിയൂല. 2 പേര് ഞാൻ പറ്റിനി, 2 നിങ്ങളും നോക്കി, എല്ലാവർക്കും പറ്റുമല്ലോ എന്നൊരു പെണ്ണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു താല ഒരു പെണ്ണ് എത്ര സ്ഥാനം കൊടുത്തത്? നല്ല പ്രയാസമുണ്ട്. അതാ ഉമ്മാക്ക് വലിയ സ്ഥാനം കൊടുത്തത്. ഇസ്ലാമിൽ കൊടുത്ത അങ്ങനെ ഒരു സ്ത്രീക്ക് ആരാ കൊടുത്തത്? ഇവർ പെണ്ണിനെ ഖതീബാക്കി, പെണ്ണിനെ വിവാഹം കഴിഞ്ഞു. പിന്നങ്ങനെ വന്നപ്പോൾ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്, ഇനി 3 മാസം ഖുതുബല്ല, ജുമുഅല്ല, പ്രസവത്തിന് പോകണം. 90 കഴിഞ്ഞു. ഇതൊക്കെ ഒഴിവാക്കാനാണ് സഹോദര അള്ളാഹു നേരത്തെ നിശ്ചയിച്ചതാ. പിന്നെ ചില ആളുകൾ വാശി പിടിച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് പെണ്ണ് പള്ളി പോയത് അവിടെ ഒതായി, അരീക്കോട്ട് ഒതായി പള്ളി. ഞാൻ അതുവഴി ഒരിക്കൽ ക്ലാസ്സിന് പോകുമ്പോൾ വണ്ടി വിടുന്ന ഡ്രൈവറോട് ചോദിച്ചു, ഈ നാട് ഏതാ അറിയാച്ചു? ഇല്ല ഉസ്താദേ, ഇതാണ് ഒതായി. അതുകൊണ്ട് എന്തേ ചോദിച്ചു? അതിന് എത്ര നാടുകൾ? ആദ്യമായിട്ട് പെണ്ണ് പള്ളി പോയി അത്ര. അങ്ങനെ വിദേഹത്തിന് തുടക്കം കുറിച്ചാൽ ശാപ്പുണ്ടാവും. എന്താ കാരണം? 1950 കേരളത്തിൽ എന്താ പള്ളി വന്ന് സഹോദര? 1950 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1950 എന്നെ ഇവിടെ പള്ളി വന്നത്. ആരൊക്കെ കഴിഞ്ഞു പോയി സഹോദര? പൊന്നാനി നോക്കൂ നിങ്ങൾ, പൊന്നാനിയിലെ ജുമുഅത്ത് പള്ളി, മമ്പറത്തെ പള്ളി, കൊടുങ്ങല്ലൂരിലെ പള്ളി, എത്ര പള്ളികളുണ്ട്, പഴയ പള്ളികൾ. ആരൊക്കെ കഴിഞ്ഞു പോയി സഹോദര? ഫത്ഹുൽ മുഈൻ എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം ഈജിപ്തിൽ വരെ പഠിപ്പിക്കുന്നു. സൈനുദ്ദീൻ മഖ്തൂർ റളിയല്ലാഹു അൻഹു രചിച്ച ഫത്ഹുൽ മുഈൻ ഓൽക്ക് തിരിയാത്ത റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ പെണ്ണുങ്ങൾ പോയിരുന്നുവെങ്കിൽ സഹോദര, എന്നെ പിന്നെ മുറിഞ്ഞുപോയത്? എന്നെ അത് മുറിഞ്ഞത്? മസ്ജിദുൽ ഹറാമിന്റെ അകത്ത് ഇന്ന് മുത്തവന്മാരിങ്ങനെ ക്ലാസ് എടുക്കുന്നത് കാണാം. അവര് പോലും പറയുന്നു എന്ത്? പെണ്ണ് വീട്ടിൽ നിന്ന് സംസ്കരിക്കേണ്ടത്, പെണ്ണ് വീട്ടിൽ നിന്ന് സംസ്കരിക്കേണ്ടത്. സയ്യിദ് അലവി, മാലികി, മക്കയെ പോലെയുള്ള ലോകം കണ്ട മഹാപണ്ഡിതന്മാർ, മക്കക്കാരനായിരുന്നു അദ്ദേഹം പോലും മസ്ജിദുൽ ഹറാമിലെ 10,000-കണക്കിന് ശിഷ്യന്മാർക്കുള്ള ദർസിൽ വെച്ച് ആണയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, പെണ്ണൊരിക്കലും പള്ളിയിൽ പോകാൻ പാടില്ല. കൂലി തരുന്ന അള്ളാഹു പഠിപ്പിച്ചതാണത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലൂടെ അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട്, പള്ളിയിൽ നിസ്കരിക്കേണ്ടത് പുരുഷന്മാർ. റിജാൽ എന്നുള്ള വാക്കാ ഉപയോഗിച്ച്, പുരുഷന്മാർ എന്നാണ് നമ്മൾ പറയേണ്ടത്. മലയാളം പറഞ്ഞ തിരിയില്ല, പച്ച അറബിയിൽ അള്ളാഹു താല പറഞ്ഞതാണത്. പിന്നെന്തിനാ നമ്മൾ വാശി? പറഞ്ഞെടുത്തുന്നാ മതിയല്ലോ. കൊണ്ടുപോയവരൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. എന്താ ചിലർക്ക് ഇതൊന്നും വലിയ വാശില്ല. ജുമുഅക്കും ജമാഅത്തിനും ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളും പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തുടക്കം കുറിച്ചവർ കുടുങ്ങിപ്പോയി. കുടുംബജീവിതത്തില് റാഹത്തൂല്ല, പെണ്ണ് പുറത്താ, പെണ്ണെപ്പോഴും പുറത്താ. ആരേതുണ്ടാക്കാൻ പറഞ്ഞു?
സഹോദരായ ആയത്തിന്റെ വിശദീകരണത്തിൽ കൃത്യമായി ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ കാര്യം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ പുരുഷന്മാരെ മാത്രം പറഞ്ഞത്? സൂറത്ത് നൂറിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിന് കാണല്ലോ, അത് പെണ്ണിനുള്ള പവിത്ര നൽകിയതാണ്. അവള് വീട്ടിലെ റാണിയാണ്. അള്ളാഹു താല അവർക്ക് കൂലി കൊടുക്കാനല്ല, അവർക്ക് വേറെ കൂലി കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയും. വീട്ടിൽ നിന്ന് ചെയ്താൽ തന്നെ കൂലി കൊടുക്കാൻ കഴിയും. പിന്നെ അവിടെ പോകണമെന്നില്ല, ഇവിടെ പോകണമെന്നില്ല, ഒക്കെ വേറിട്ട് മനസ്സിലാക്കണം. സിയാറത്തിന് പോകാം, മാന്യമായി വേഷക്ക ധരിച്ച് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ഖബർ സിയാറത്തിന് പോകാം. സുന്നത്ത്. ആശുപത്രിക്ക് പോകണില്ല, രോഗം വരുമ്പോ എന്തെയും പോകാതെ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ആശുപത്രിയിലേക്ക് നിർബന്ധിത ഘട്ടത്തിൽ പോകേണ്ടി വരും. പക്ഷെ ആ പോകുന്ന സമയത്തും ഔറത്ത് മറച്ച് അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചാകണം പോകേണ്ടത്. പള്ളിയിലേക്ക് വരണമെങ്കിൽ പറയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിലൊക്കെ എത്ര മഹാന്മാർ കഴിഞ്ഞുപോയി. സ്വന്തം ഭാര്യമാരുടെയും സ്വന്തം ഉമ്മമാരുടെയും സ്വന്തം പെങ്ങന്മാരുടെയും സ്വന്തം പെൺകുട്ടികളുടെയും കൂലി ആരെങ്കിലും നഷ്ടപ്പെടുത്തുമോ? ആരും നഷ്ടപ്പെടുത്തൂല. ഇപ്പൊ നമുക്ക് വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരാളെ നമ്മളെ ഭാര്യമാർ. എന്തിനാ നമ്മളെ ഭാര്യമാരെ കൂലി നമ്മൾ കളയുന്നത്? ആ പാവങ്ങൾക്കും കൂലി കിട്ടിക്കോട്ടെ, നമുക്ക് എന്താ ഒപ്പണ കൊണ്ടുവന്നുകൂടെ? ഒരു മോട്ടോർ സൈക്കിളും അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാറിൽ ജുമക്ക് വരുമ്പോ എന്തിനാ ഈ വിഷയത്തിൽ വാശി? ഇല്ലാത്ത ഉണ്ടാക്കേണ്ട, കൂലി തരുന്ന അല്ലാഹുവാണ്. കൂലി തരുന്ന അങ്ങോട്ട് പള്ളിയിൽ ഒരു മരട്ടിട്ട് സ്ത്രീകൾ ആരേതുണ്ടാക്കിയത്? യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ചില സൗകര്യങ്ങൾ പള്ളിയല്ല, പല നിസ്കാരം മുടങ്ങാതിരിക്കാനാണ്. യാത്രക്കാർ പണ്ടത്തെ പോലെ സുരക്ഷിതല്ലാത്തതുകൊണ്ടാണ് നമ്മൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ചില റൂം പള്ളിയോടൊക്കെ അനുവദിച്ചുണ്ടാക്കുന്നത്. അധിക സ്ഥലത്തുണ്ട്, എയർപോർട്ടിന്റെ അടുത്തും റെയിൽവേ സ്റ്റേഷന്റെ അടുത്തും ആശുപത്രിന്റെ അടുത്തൊക്കെ. എന്തിനാ? നിസ്കാരം മുടങ്ങാതിരിക്കാനാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ യാത്ര പോകുമ്പോൾ ആണുങ്ങൾ നേരെ പള്ളി കയറും, പെണ്ണുങ്ങൾ ആ പള്ളിന്റെ അടുത്തുള്ള വീട്ടിൽ കയറും. ഇന്ന് സുരക്ഷിതത്വം കുറവായതുകൊണ്ടാണത്. പള്ളി തന്നെ മറ കെട്ടിയിട്ട് വഖഫ് ചെയ്തിട്ട് ആണും പെണ്ണും ഒരുപോലെ എന്ന് പറഞ്ഞു. ആരാതുണ്ടാക്കിയത്? എവിടുന്നാ സഹോദരാ ഇതിന് മാതൃക? ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് ജുമുഅ എന്ന് പറഞ്ഞാൽ അത് ആണുങ്ങൾക്കുള്ളതാണ്. അത് ജുമുഅ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കുള്ളതാണ്. പെണ്ണിന് അല്ലാഹു ഒരു പടി സ്ഥാനം കൊടുത്തതാണത്. ഏതുപോലെ ഇവിടെ ജ്വല്ലറിയിൽ കണ്ടില്ല നിങ്ങൾ സ്വർണം എത്ര ബന്ധവസാക്കിക്കണം അല്ലേ? ഇനി വൈകുന്നേരമായാൽ അത് പിന്നെ അതിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് ലോക്കറിൽ വെച്ചിട്ട് ഭദ്രമാക്കി പൂട്ടിയിട്ട് പിന്നെ ആ ഷട്ടറിന് എത്ര വലിയ പൂട്ടാ, അതിന്റെ പുറമെ കാവൽക്കാരുണ്ട്. സ്വർണ്ണേതാണ്ടാവും. ആ മേൽമുറിക്കാണ് പോകുമ്പോ നമ്മുടെ സുന്നി മഹലാണ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പോയി മേൽമുറിക്കാണ് പോകുന്ന സമയത്ത് അവിടെ ഉണ്ട് അണ്ണാച്ചിപ്പടി എന്ന സ്ഥലം. അവിടെ ഉണ്ട് അമ്മി വെക്കുന്ന കരിങ്കല്ലിന്റെ അമ്മി, വേറെല്ലോക്ക്. അതാ റോഡ് സൈഡിൽ കിടക്കണം. അതും കച്ചവട സാധനം തന്നെ, സ്വർണം കച്ചവട സാധനം തന്നെ. അത് റോഡ് സൈഡിലുള്ള വെയിലും മഴയൊക്കെ കൊണ്ട് കിടക്കുന്ന ആരും കട്ടുണ്ടോന്നില്ല. ഇവിടെ നോക്കി, അമ്മിക്ക് ഭയങ്കര സ്വാതന്ത്ര്യം, സ്വർണത്തിന് തീരെ സ്വാതന്ത്ര്യമില്ല. ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സ്വർണം കുറച്ച് വില ഉള്ളതാണ്, അവർ കുറച്ച് ഭദ്രമാക്കേണ്ടി വരും. ഇതുപോലെയാണ് പെണ്ണ്. അതിന്റെ അർത്ഥം ആണുങ്ങളൊക്കെ അമ്മി പോലെയാണെന്നല്ല. എന്നാലും നമുക്ക് മനസ്സിലായില്ലേ ആ ഉദാഹരണത്തിൽ? അതല്ലാതെ ആ അമ്മിയുണ്ടോ റോഡ് സൈഡിൽ, എന്തൊരു സുഖം, ആ സ്വർണം കണ്ട് എന്തിനാ പൈന എങ്ങനെയാണ് അങ്ങേറാക്കുന്നത്? ഇതൊന്നും അർത്ഥമല്ലല്ലോ. ഇതുപോലെയാണ് ആണുങ്ങൾ. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ആയത്ത് കഴിഞ്ഞിട്ടില്ല. ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, അതിൽ ആണുങ്ങൾ മാത്രമേ പെടുന്ന. ഇനി നമുക്ക് പറയാനുള്ളത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം. അത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്ർ നമുക്ക് എന്താന്ന് പറയണം. ഇൻഷാ അല്ലാഹ് അടുത്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വിഷമം വരാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. ഇപ്പൊ സമയം വളരെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ജുമുഅയെ പറ്റിയൊക്കെ പറഞ്ഞതിന്റെ ഒരു ഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കണം. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, മുതലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിന്റെയും പേരിൽ കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാനാണ് ചായയും ഇത് നൽകിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി നമുക്കൊരു ഫാത്തിഹ ദുആ ചെയ്യാം. അതുപോലെ ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരൻ ഒരു 313 രൂപ നൽകിയിട്ടുണ്ട്.
ഒരു 313 രൂപ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിന് പരിപൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. അത് ഒരു സഹോദരിക്കായിരിക്കും എന്ന് കരുതുന്നല്ലേ, ഒരു സഹോദരിക്കാണ്, നമ്മുടെ ഒരു സഹോദരന്റെ ഇളയമൻ വിഷമത്തിലാണ്. അല്ലാഹു തആല ആ വിഷമങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക്, ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ അവരെയും കൊണ്ടുള്ള നടത്തം നമുക്ക് തീരെ സഹിക്കാൻ കഴിയില്ല. വീട്ടിൽ വരും ചെല്ലുമ്പോൾ ആകളുടെ ഒരു സന്തോഷം എന്താ, നമ്മളെ ഭാര്യമാരെ, നമ്മളെ പെണ്ണന്മാരെ, നമ്മളെ ഉമ്മമാര് പോലെ നമ്മൾ സ്വീകരിക്കേണ്ടതെന്നാണ്. അവർക്ക് രോഗം വന്നാൽ നമ്മൾ തളരും. അല്ലാഹു തആല ആ ഉമ്മയുടെ രോഗത്തിന് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു ആ ഉമ്മയുടെ രോഗത്തിന് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു നല്ല ആരോഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ മരിച്ചുപോയ പിതാവിന് വേണ്ടി, പിന്നെ അതുപോലെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പള്ളിപ്പണിയിലേക്ക് ഒരു 2000 രൂപ ഒരു സഹോദരൻ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അത് ഖബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ മരിച്ചുപോയ പിതാവിനും മറ്റു കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ നമ്മുടെ ഒരു സഹോദരൻ ഒരു 4000 രൂപ നമ്മുടെ പള്ളിപ്പണി എന്തെല്ലാം അത് പൂർത്തിയായി. ഒരു കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങളത് വളരെ സന്തോഷപൂർവ്വം നമ്മൾ ഈ ഭവനത്തിൽ അള്ളാന്റെ പള്ളിയിൽ ഖുർആന്റെ ക്ലാസ് നടത്തുമ്പോൾ അതിനുള്ള എല്ലാ സൗകര്യം ഉണ്ടല്ലോ. നമ്മളിതിന്റെ ഫാന്, അതുപോലെ തന്നെ ലൈറ്റ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് ഇങ്ങനെ ഒരു സെന്ററിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താനൊരു സൗകര്യം. അപ്പൊ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയവർ അൽഹംദുലില്ലാഹ് ഈ പള്ളിക്ക് വേണ്ടി നല്ലൊരു സംഖ്യ അതിനെ ചെലവഴിച്ചു. അൽഹംദുലില്ലാഹ് റാഹത്തായി അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഒരു 2000, അതുപോലെ ഒരു 4000 ഒക്കെ മരിച്ചു പോയവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പിതാവിനൊക്കെ ദ്വാരക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു ഫാത്തിഹ ഓതി അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അവർക്കത് വലിയൊരു ഉപകാരമാണ്. ഇനി നമ്മളെ മക്കൾക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ അല്ലാഹ് തോന്നിപ്പിക്കും. അല്ലാഹു തആല അങ്ങനെ ഒരു അവസ്ഥ നൽകുമാറാവട്ടെ.